السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. أم لم ينبأ بما في صحف موسى وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى. تناديك أجداث وهن سكوت وسكانها تحت التراب خفوت. أيا جامع الدنيا لغير بلاغة لمن تجمع الدنيا وأنت تموت. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ നേതാക്കളെ, കാരണവന്മാരെ, പണ്ഡിത സഹോദരങ്ങളെ, ഈ മഹത്തായ സമ്മേളനത്തിൽ സംഗമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ സമയത്ത് ഇവിടെ ഒത്തൊരുമിക്കാനും അല്ലാഹുവിന്റെ ദീൻ പറയാനും കേൾക്കാനുമുള്ള തൗഫീഖ് നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. ഈ സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കിയ റബ്ബിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇത്തരം സദസ്സുകളും കൂട്ടായ്മകളും സംരംഭങ്ങളും ഒരു സമൂഹത്തിന്റെ മാറ്റത്തിനും പരിവർത്തനത്തിനും പുരോഗതിക്കും കാരണമായി തീരും എന്നുള്ളത്
അനുഭവിച്ചറിഞ്ഞവരാണ് നാം ഓരോരുത്തരും. ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച വലിയൊരു ദൗത്യം ബല്ലിഗ് മാ ഉൻസില ഇലൈക, നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്ന ഈ സന്ദേശത്തെ, വഹയിനെ നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇത്തരം തബ്ലീഗുകൾ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലുകയും ഐഹിക ലോകത്തേക്ക് മനുഷ്യൻ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു അവരിൽ നിക്ഷേപിച്ച വിജ്ഞാനീയങ്ങൾ, അറിവുകൾ അവന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകിടക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞുകിടക്കുന്ന വിജ്ഞാനീയങ്ങളുമായി അല്ലാഹുവിന്റെ വഹയി സ്പർശിക്കുകയും ഉൾക്കാഴ്ചയുള്ള, ചിന്തയുള്ള ഒരു സമൂഹമായി മനുഷ്യ സമൂഹം പരിവർത്തിപ്പിക്കപ്പെടുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ അതുകൊണ്ടാണ് പറഞ്ഞത്, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. മനുഷ്യ സമൂഹത്തിൽ വരുത്തേണ്ട പരിവർത്തനം അധികാരത്തിന്റെ ദണ്ഡുപയോഗിച്ച്, ശക്തി പ്രയോഗിച്ച് വരുത്തേണ്ട മാറ്റമല്ല. നേരെമറിച്ച് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നബിയെ താങ്കൾ ഉത്ബോധിപ്പിക്കുക, താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്. ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ആ ഉത്ബോധനങ്ങൾ മുഅ്മിനുകളായ ഈമാനുള്ള മനുഷ്യർക്ക് ഉപകരിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ സാധിക്കും. ആ ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഇത്തരം സദസ്സുകളിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇൽമു പറയുന്ന സദസ്സുകൾക്ക് പ്രത്യേകമായ സകീനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അത്തരം സദസ്സുകളിലേക്ക് അല്ലാഹു അവന്റെ പരിശുദ്ധരായ മലായികത്തുകളെ നിയോഗിക്കും. ആ പരിശുദ്ധരായ മലായികത്തുകൾ ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും എന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ സദസ്സിൽ നാം ചെലവഴിക്കുന്ന ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമായി തീരാൻ, നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടതായി മാറാൻ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി അധ്വാനിച്ച, പരിശ്രമിച്ച മനുഷ്യർ അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളിലൂടെ ലോകത്തിന് പഠിപ്പിച്ച അടിസ്ഥാനപരമായ ചില തത്വങ്ങളുണ്ട്. മനുഷ്യന് ഭൗതികമായ പഠനങ്ങളും ഗവേഷണങ്ങളും മനനങ്ങളും നടത്താൻ സാധിക്കും. പലവിധ കണ്ടുപിടുത്തങ്ങളും മനുഷ്യന് അവന്റെ ഭാവി ഭാസുരമാക്കാൻ, അവന്റെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താൻ, കണ്ടുപിടിക്കാൻ മനുഷ്യന് കഴിഞ്ഞു എന്ന് വരും. എന്നാൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്ത അടിസ്ഥാനപരമായ ചില തത്വങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല വഹയിലൂടെ, പ്രവാചകന്മാരിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അതിൽ അടിസ്ഥാന കാര്യങ്ങൾ ആദം നബിയോട് പറഞ്ഞതു തന്നെയായിരിക്കും എന്നോടും നിങ്ങളോടും പറയുക. ഒരു കലാലയമില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച പുരാതനരായ ആളുകൾ, നിലകളിൽ കഴിഞ്ഞുപോയ നമ്മളൊക്കെ അപരിഷ്കൃതർ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിച്ചു പോകുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ അവരാരും അപരിഷ്കൃതരല്ല. നമ്മൾ പുരോഗമനവാദികളും ഇന്നലെ കഴിഞ്ഞുപോയ മനുഷ്യരൊക്കെ അപരിഷ്കൃതരും എന്നുള്ള വാദം തന്നെ അബദ്ധമാണ്.
നമ്മൾ നല്ല ഭാഷ അറിയുന്നവരും അവർക്ക് ഒരു ഭാഷയും തിരിയാത്തവരും എന്ന് ധരിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൗഢ്യമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. കാരണം ഒന്നാമത്തെ മനുഷ്യനാണ് അല്ലാഹു ഏറ്റവും വലിയ വിദ്യാഭ്യാസം നൽകിയത് എന്ന് പഠിപ്പിച്ച മതമാണ് ദീൻ. കാലക്രമേണ വിജ്ഞാനം വർദ്ധിച്ച് മനുഷ്യൻ പുരോഗതി പ്രാപിച്ചു, അറിവ് നേടി എന്നല്ല ദീൻ പറഞ്ഞത്. നേരെമറിച്ച് ഒന്നാമത്തെ ആ മനുഷ്യൻ തന്നെയും ഹൈ ക്വാളിഫൈഡ് ആയിരുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, സർവ്വ അറിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നത് കാണാൻ സാധിക്കും. ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ വരെയുള്ള സർവ്വ മനുഷ്യർക്കും ഒരുപോലെ കൈമാറ്റം ചെയ്ത ചില ആശയങ്ങൾ ഉണ്ട്. അതിലൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിൽ വിശദീകരിച്ചു. അത് തുടങ്ങുന്നത് തന്നെ നമുക്കായി പുതുതായി തരുന്ന ശരീഅത്തല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഇന്നലകളിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കും ഇതേ ആശയം നൽകിയിട്ടുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം ആരംഭിക്കുന്നിടത്ത് തന്നെ പറയുന്നത് അം ലം യുനബ്ബ ബിമാ ഫീ സുഹുഫി മൂസാ വ ഇബ്രാഹീം അല്ലദീ വഫാ. ഇന്നലെ കഴിഞ്ഞുപോയ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏടിലുള്ളതും ദൗത്യം പൂർണ്ണമാക്കിയ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഏടിലുള്ളതുമായ ആ സന്ദേശം ജനങ്ങൾക്കങ്ങ് പറഞ്ഞു കൊടുത്തു. ഓ റസൂലേ, ഇബ്രാഹിം അലൈഹിസ്സലാം ചരിത്രകാരന്മാരിൽ ചിലർ പറയുന്നത്, ബിബ്ലിക്കലായി വിശദീകരിക്കുന്നത് 4 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളാണെന്നാണ്, 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളാണെന്നാണ്. എന്നാൽ കുറച്ചുകൂടി സൂക്ഷ്മതയോടെ ഇബ്രാഹിം നബിയുടെ ചരിത്രം വഴി പറയുന്ന ആളുകൾ പറയുന്നത് 4000 അല്ല, അതിനപ്പുറവുമാണ്. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്ത് ജീവിച്ചത് എന്നാണ്. അങ്ങനെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ലോകത്ത് ജീവിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏടിലുള്ള സംഗതി, അതുപോലെ തന്നെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏടിലുള്ള സംഗതി ജനങ്ങൾക്ക് താങ്കൾ വിവരിച്ചു കൊടുത്തുവോ പ്രവാചകരെ എന്ന് ചോദിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. എന്താണ് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ വേദങ്ങളിൽ ഏടുകളിൽ രേഖപ്പെടുത്തിയ ആ തത്വം? അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. മനുഷ്യൻ ഭൂമിയിൽ വന്നുകൊണ്ട് പല കുടുംബത്തിൽ ജനിച്ചവരായി ജീവിക്കുമ്പോ, പല നാടുകളിൽ ജനിച്ചവരായി ജീവിക്കുമ്പോ അവരുടെ ജീവിതത്തിൽ അവർ അടിസ്ഥാനപരമായി അറിയേണ്ട യാഥാർത്ഥ്യം അല്ലാഹു ബോധ്യപ്പെടുത്തുകയാണ്. മനുഷ്യന്റെ ദൗത്യത്തെ സംബന്ധിച്ചുള്ള പറയാണ്, മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന ആശയത്തെ കുറിച്ചുള്ള പറയാണ്. അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഒരുത്തന്റെ പാപഭാരം ഏറ്റെടുക്കാൻ വേറൊരാളും വരൂല. ഒരുത്തൻ ചെയ്ത തെറ്റിന്റെ പാപഭാരം ഏറ്റെടുക്കാൻ വേറെ ഒരാളും ഉണ്ടാവില്ല. വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഏതൊരുത്തനും അവൻ സ്വയം അധ്വാനിച്ചതല്ലാതെ, അവൻ പണിയെടുത്തതല്ലാതെ പ്രതിഫലമായി മറ്റൊന്നും അവന് ലഭിക്കുകയില്ല. വഅന്ന സഅയഹു സൗഫ യുറാ. ജീവിതത്തിന്റെ ഇടവഴികളിൽ ഒരു മനുഷ്യൻ ചെയ്തു കൂട്ടിയ ചെറുതും വലുതുമായ സർവമാന പ്രവർത്തനങ്ങളും വഴി അവൻ കാണുക തന്നെ ചെയ്യും. അടിസ്ഥാനപരമായ ഈ ആശയം അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന് കൈമാറുമ്പോ ആ ആശയങ്ങളെ ഉള്ളുകൊണ്ട് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തവൻ ഉണ്ടാകുന്നതാണ് പരിവർത്തനം എന്ന് പറഞ്ഞാൽ. വേറെ ഒരാളുടെ കെയർ ഓഫിൽ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന അടിസ്ഥാനപരമായ ആശയം അല്ലാഹു നമുക്ക് കൈമാറുകയാണ്. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യും, കുറ്റങ്ങൾ ചെയ്യും. പലപ്പോഴും മനുഷ്യർ അവരുടെ ജീവിതത്തിൽ പലവിധ ഭാരങ്ങളും അവൻ ഏറ്റെടുക്കുന്നത്, അനാവശ്യങ്ങളും അനാശാസ്യങ്ങളും അവൻ ചെയ്തു കൂട്ടുന്നത് ഒരുപക്ഷെ അവന് വേണ്ടിയായിരിക്കില്ല. കുടുംബത്തിന് വേണ്ടി ഹറാമ് ചെയ്യുന്ന മനുഷ്യരുണ്ട്, മക്കൾക്ക് വേണ്ടി ഹറാമ് ചെയ്യുന്ന മനുഷ്യരുണ്ട്, കൂട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടി അവിശുദ്ധമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരുണ്ട്. അവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. ഒരുത്തന്റെ പാപഭാരം മറ്റൊരുത്തൻ വഹിക്കുകയില്ല.
ഒരു മനുഷ്യന്റെ മാറ്റത്തിനും അവന്റെ വിശുദ്ധിക്കും അവന്റെ ജീവിതത്തിന്റെ പരിവർത്തനത്തിനും അവനെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഒരു അറിവാണത്. നമ്മൾ കേട്ടിട്ടുണ്ട് വാത്മീകിയെ സംബന്ധിച്ച്. രാമായണം എഴുതി എന്ന് പറയപ്പെടുന്ന വാത്മീകം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചിതൽപുറ്റ് എന്നാണ്. ചിതൽപുറ്റ് എന്ന് പറയാൻ തക്കവണ്ണം ഒരു പേര് അദ്ദേഹത്തിന് കിട്ടാൻ കാരണമായത് കാട്ടുകൊള്ളക്കാരനായി ജീവിച്ച ഒരു മനുഷ്യൻ, കാട്ടിലൂടെ നടന്നു പോകുന്ന യാത്രികരെ ആക്രമിച്ചവരുടെ സമ്പത്ത് കൊള്ളയടിച്ചു ജീവിച്ച മനുഷ്യൻ, അത്തരമൊരു മനുഷ്യനായിരുന്നു യഥാർത്ഥത്തിൽ ഈ വാത്മീകി എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയെടുത്ത് എഴുതി വെച്ചു. അങ്ങനെ കാട്ടിലൂടെ നടന്നു പോകുന്ന മനുഷ്യരെ കൊള്ളയടിച്ചുകൊണ്ട് ജീവിച്ച ആ മനുഷ്യന്റെ മുന്നിലേക്ക് ഒരു പറ്റം സന്യാസിമാർ കടന്നു വന്നു അത്രേ. ആ സന്യാസിമാരെയും ഈ കാട്ടുകൊള്ളക്കാരൻ ചാടി ആക്രമിച്ചു. എന്നിട്ട് അവരുടെ കയ്യിലുള്ള സമ്പത്ത്, ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി കൈക്കലാക്കി. അങ്ങനെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ട് വിഷണ്ണരായി നിൽക്കുന്ന സന്യാസിമാർ ആ കാട്ടുകൊള്ളക്കാരനോട് ചോദിച്ചത്രേ, എന്തിനു വേണ്ടിയാണ് ഈ തിന്മ നീ ചെയ്യുന്നത്? ആർക്കു വേണ്ടിയാണ് ഈ കൊള്ള നീ നടത്തുന്നത്? ഈ യാത്രികരായ മനുഷ്യരുടെ സമ്പത്ത് കൊള്ളയടിച്ചാൽ അവരുടെ കണ്ണീരും അവരുടെ വിഷമവും ആര് കാണും? ആ രൂപത്തിൽ അവരെ വിഷമിപ്പിച്ച് ദുഃഖിപ്പിച്ച് പ്രയാസപ്പെടുത്തി എന്തിനാണ് നീ അപരാധം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ആ കാട്ടുകൊള്ളക്കാരൻ പറഞ്ഞു അത്രേ, ഇത് എന്റെ മക്കളെ പോറ്റാനാണ്, ഇതെന്റെ വരുമാന മാർഗമാണ്. ഇതുവഴി പോകുന്ന ആളുകളെ ഈ രൂപത്തിൽ ഭീഷണിപ്പെടുത്തിയും അല്ലാതെയുമൊക്കെ ഞാൻ തട്ടിയെടുത്തു കൊണ്ടുപോകുന്ന പണം കൊണ്ടാണ് എന്റെ മക്കളുടെ വയറ് നിറയുന്നത്. ഇതല്ലാതൊരു വഴി എനിക്കിവിടെ ഇല്ല. ഇത് പറഞ്ഞപ്പോ ആ സന്യാസിമാര് ആ മനുഷ്യനോട്, കാട്ടുകൊള്ളക്കാരനോട് ചോദിച്ചത്രേ, എങ്കിൽ ഈ തെറ്റുകളുടെ, ഈ തിന്മകളുടെ, ഈ കൊള്ളരുതായ്മകളുടെ ശിക്ഷ നീ ഏറ്റെടുക്കേണ്ടി വരില്ലേ ഒരു നാളിൽ? ഈ ലോകത്ത് പ്രകൃതി നിയമമല്ലേ അത്? ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ കൈക്കരുത്തുകൊണ്ട്, അതല്ലെങ്കിൽ അവന്റേതായ പാഠവം കൊണ്ട്, തിണ്ണമെടുക്കുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അനീതി ചെയ്താൽ, അക്രമം കാണിച്ചാൽ, അവൻ എത്ര വലിയ സ്വേച്ഛാധിപതിയാണെങ്കിലും, എത്ര വലിയ രാജാവാണെങ്കിലും, എത്ര വലിയ പ്രഭുവാണെങ്കിലും അതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിന്റെ ദുരന്തം ഏറ്റുവാങ്ങണം എന്നുള്ളത് ഭൗതിക ലോകത്തിന്റെ ഒരു പ്രതിഭാസമല്ലേ, ഈ ലോകത്തിന്റെ ഒരു ആവർത്തനമല്ലയോ? അതുകൊണ്ട് ഇതിന്റെയൊക്കെ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരുമ്പോ നിന്റെ കൂടെ നിന്റെ മക്കൾ ഉണ്ടാകുമോ? നിന്റെ ഭാര്യ ഉണ്ടാകുമോ? അവരോട് നീ ചോദിച്ചിട്ടുണ്ടോ, അച്ഛൻ ഈ ചെയ്യുന്ന തിന്മകളുടെ ശിക്ഷയേൽക്കുന്ന നാളിൽ മക്കളെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകുമോ എന്ന് അവരോട് നീ ചോദിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാട്ടുകൊള്ളക്കാരൻ സ്തബ്ധനായതത്രേ. അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി, കുടുംബത്തോട് പോയി ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു ആദ്യം, അല്ല, ഞാൻ ഈ കൊള്ള നടത്തുന്നത്, ഞാൻ ഈ കൊള്ളരുതായ്മകൾ മുഴുവൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളെ പോറ്റാനാണ്. അതുകൊണ്ട് ഈ പാപത്തിന്റെ ഭാരം ഒരിക്കൽ എന്റെ കഴുത്തിലേക്ക് വെച്ചു തരുന്ന നാളിൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകുമോ? ഭാര്യ ചോദിച്ചു, എന്തിന്? നിങ്ങൾ ചെയ്യുന്ന തെറ്റിന് ഞങ്ങൾ എന്തിന് ശിക്ഷ ഏറ്റുവാങ്ങണം? നിങ്ങൾ ചെയ്യുന്ന അപരാധത്തിന് ഞങ്ങൾ എന്തിന് ശിക്ഷ ഏറ്റുവാങ്ങണം? ആ കാട്ടുകൊള്ളക്കാരൻ മക്കളോട് ചോദിച്ചത്രേ, നിങ്ങൾ മക്കളെ അച്ഛന്റെ കൂടെ ഉണ്ടാകുമോ? ഈ തിന്മകളൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയിട്ട് ഒരിക്കൽ ഇതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോ അത് പകുത്തെടുക്കാൻ മക്കളെ നിങ്ങൾ ഉണ്ടാകുമോ? മക്കള് പറഞ്ഞു, അച്ഛാ, ഞങ്ങളെ പോറ്റേണ്ടതും ഞങ്ങൾക്ക് ചെലവിന് തരേണ്ടതും നിങ്ങളുടെ ബാധ്യതയല്ലേ, ഞങ്ങൾ എന്തിനതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങണം എന്ന് ചോദിച്ച വേളയിൽ അന്ന് എല്ലാവിധ അനാശാസ്യങ്ങളും നിർത്തി വീട് വിട്ടിറങ്ങിയ വ്യക്തിയാണത്ര ഈ വാത്മീകി എന്ന് പറയുന്ന ആളായി പരിവർത്തിപ്പിക്കപ്പെട്ടത്. അദ്ദേഹം പിന്നെ പോയി തപസ്സിരുന്ന് അവസാനം ചിതൽപുറ്റുകൾ വന്നിട്ട് ആ മനുഷ്യനെ അങ്ങ് മൂടിക്കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നൊരിക്കൽ അതുവഴി പഴയ സന്യാസിമാർ നടന്നു വന്നപ്പോ അവിടെ ഈ കാട്ടുകൊള്ളക്കാരനെ അന്വേഷിക്കുകയും കണ്ടുപിടിക്കാൻ കഴിയാതെ പോവുകയും വലിയൊരു ചിതൽപുറ്റ് അവിടെ കാണുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ടത് തട്ടിക്കളയുകയും ചെയ്തപ്പോൾ ആ പുറ്റിന്റെ ഉള്ളിലായിരുന്നു ആ മനുഷ്യൻ. അങ്ങനെയാണ് അദ്ദേഹത്തിന് വാത്മീകി എന്ന പേര് വന്നത് എന്ന് ചില ഗ്രന്ഥ
ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഞാനിവിടെ ഈ കഥ പറഞ്ഞത് ഒരു ആധികാരിക സ്രോതസ് എന്ന നിലക്കല്ല, നേരെ മറിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ വാചകം എത്രമാത്രം പരിവർത്തനമുണ്ടാക്കണം എന്ന് ബോധിപ്പിക്കാൻ ഉപകരിക്കുന്ന ഒരു കഥ എന്ന നിലക്കാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞല്ലോ, ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങ് എന്നെ ഒന്ന് ഉപദേശിക്കണം, എനിക്ക് നല്ല ഒരു വഅദ് പറഞ്ഞു തരണം. പക്ഷേ വഅദ് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഉപദേശം കേട്ടിരിക്കാൻ എനിക്ക് നേരമില്ല. വളരെ ഷോർട്ടായ വാക്കുകളിൽ, വളരെ ചെറിയ വാചകങ്ങളിൽ എനിക്ക് ഒരു ഉപദേശം നൽകുക മാത്രമല്ല, ആ ഉപദേശം കേട്ടുകഴിഞ്ഞാൽ പരിപൂർണമായ മാറ്റം എന്നിൽ സംഭവിക്കണം. ഞാൻ പരിപൂർണമായി മാറുന്നവനാകണം, സംസ്കരിക്കപ്പെടുന്നവനാകണം. അത്തരമൊരു വഅദ്, അത്തരമൊരു ഉപദേശം എനിക്ക് അങ്ങ് തരണേ പ്രവാചക എന്ന് പറഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ അടുത്തിരുത്തി കുറച്ചു നേരം മൗനിയായി. എന്നിട്ട് ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുത്തു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. അണുമണി തൂക്കം നന്മയാരാണോ ചെയ്യുന്നത് അവനത് കാണുന്നൊരു ദിവസമുണ്ട്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ആരോരും കാണാതെ ഒരു മനുഷ്യൻ ചെയ്ത ഒരു അണുമണി തൂക്കം തിന്മയുണ്ടോ, യറഹു, അതും അവൻ കാണുന്നൊരു ദിവസമുണ്ട്. ഇത് കേട്ട മാത്രയിൽ എഴുന്നേറ്റ് പറഞ്ഞു, നബി, ഇത് മതി എനിക്ക്. എന്നെ മാറ്റാനും എന്നെ പരിവർത്തിപ്പിക്കാനും എന്നെ സംസ്കൃതനാക്കാനും ഈ ഒറ്റ വാചകം മതി. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. അണുമണി തൂക്കം തിന്മ ഞാൻ ചെയ്താൽ അത് കാണും, അതെവിടെയും പോവില്ല. പലപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ പല ആളുകളും പലവിധ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുമ്പോ അത് പിടിക്കപ്പെടാതെയാകുമ്പോ നമുക്കൊരു സമാധാനമുണ്ട്. ആരും അറിഞ്ഞില്ല. ഒരു കളവ് നടത്തി, ഒരു കരിഞ്ചെന്ന് നടത്തി, ഒരു തട്ടിപ്പ് നടത്തി, ഒരു വെട്ടിപ്പ് നടത്തി, ആരും അറിഞ്ഞില്ല. അപ്പൊ നമ്മുടെ മനസ്സിലൊരു റാഹത്തുണ്ട്. എന്നുവെച്ചാൽ ആരും അറിഞ്ഞില്ല, രക്ഷപ്പെട്ടു എന്നാണ് അയാൾ കരുതുന്നത്. അയാൾ വിചാരിക്കുന്നത് രക്ഷപ്പെട്ടു എന്നാണ്. അവിടെയാണ് റബ്ബിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. റബ്ബ് പറയുന്നു, യൗമ തുബ്ലസ് സറായിർ. നീ ഒളിച്ചു വെച്ച രഹസ്യങ്ങൾ പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. അതോടെ കഥ കഴിഞ്ഞു മനുഷ്യന്റെ. അതോടെ അവന്റെ ആശ്വാസം നഷ്ടപ്പെടുകയാണ്. കാരണം യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങൾ മുഴുവൻ പരസ്യമാകുന്ന ഒരു ദിവസമുണ്ട്. അതാണ് റബ്ബ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അല്ലാ തസിറു വാസിറതു വിസ്റ ഉഖ്റാ. ഒരുത്തന്റെ പാപഭാരം ഏറ്റെടുക്കാൻ വേറൊരുത്തനും വരാത്ത, തയ്യാറാകാത്ത ഒരു ദിവസമുണ്ട്. ആ ഒരു ചിന്തയിലൂടെയാണ് മനുഷ്യ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരോഗതിയിലേക്ക്, സ്വർഗീയ പാതയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത്. ഈ ഒരു ബോധം ഇട്ടുകൊടുക്കുകയാണ്. കാരണം വരാനുള്ള ദിനങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ളതല്ല. നമ്മുടെ മുന്നിൽ എത്തിപ്പെടാനുള്ള ദിവസങ്ങൾ, ആ ദിനരാത്രങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് സുഖകരമായി കടന്നു പോകാൻ കഴിയുന്നതല്ല. യൗമ തകൂനുസ് സമാഉ കൽമുഹിൽ വതകൂനുൽ ജിബാലു കൽഇഹിൻ വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീഹി. അല്ലാഹ് പറയാണ്, യൗമ തകൂനുസ് സമാഉ കൽമുഹിൽ. ആകാശം ഉരുകിയ ലോകം പോലെയായി തീരുന്ന ദിവസം. ഉരുകിയ ലോഹം പോലെ ആകാശം ഉരുകി വീഴുന്ന ദിവസം. കടഞ്ഞെടുത്ത പഞ്ഞി പോലെ പർവ്വതങ്ങൾ പാറിപ്പോകുന്ന ദിവസം. ഈ മഹാപ്രപഞ്ചത്തിന്റെ സർവനാശത്തെ സൂചിപ്പിക്കണം അല്ലാഹു. വാനലോകം തകർന്നു വീഴുന്ന, അത് ഉരുകി ഒഴുകുന്ന ലോഹം പോലെ ആയിത്തീരുന്ന ദിവസം. മാത്രമല്ല, ഉറച്ച പർവ്വതങ്ങൾ
വലിയ മലകൾ, മാമലകൾ, എവറസ്റ്റുകൾ, ഹിമാലയങ്ങൾ കടഞ്ഞെടുത്ത പഞ്ഞി പോലെ പാറിപ്പോകുന്ന ദിവസം. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരിക്കലും വന്ന് തന്റെ ഉറ്റ ചങ്ങാതിയെ, തന്റെ കൂട്ടുകാരൻ അന്വേഷിക്കില്ല. തന്റെ ചങ്ങാതിയെ, തന്റെ കൂട്ടുകാരനെ ആ ദിവസം ആരും അന്വേഷിക്കില്ല. കാര്യം ദുനിയാവിൽ നമുക്കറിയാം, എല്ലാത്തിനും വലുത്, മറ്റുള്ള എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടത് കൂട്ടുകാരാണ്, ഉറ്റമിത്രങ്ങളാണ്. ഏതൊരു രംഗത്തും വിളിക്കുന്നത്, ഏത് നല്ലതിനും ഏത് മോശപ്പെട്ടതിനും ക്ഷണിക്കുന്നത് കൂട്ടുകാരെയാണ്. പക്ഷേ ആ ദിവസമായാൽ ഒരൊറ്റ മിത്രവും തന്റെ മിത്രത്തെ അന്വേഷിക്കുകയില്ല. എന്തുകൊണ്ടാണ്? കാണാൻ കഴിയാത്തത് കൊണ്ടല്ല, കാണാത്തത് കൊണ്ടല്ല. ഖുർആൻ പറഞ്ഞു, അവർ പരസ്പരം കാണുക തന്നെ ചെയ്യും, പരസ്പരം അവരെ കണ്ടുമുട്ടും. പക്ഷേ ആ നാളിൽ അല്ലാഹുവിന്റെ റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ, ആ ഖിയാമത്ത് നാളിൽ മനുഷ്യൻ എഴുന്നേറ്റ് വരുന്ന ദിനത്തിൽ അവർ സ്വയം തെറ്റുകുറ്റങ്ങളെ തിരിച്ചറിയുകയാണ്, പാപിയെ തിരിച്ചറിയുകയാണ്, പാപത്തെ തിരിച്ചറിയുകയാണ്. അതിനധികം താമസമില്ലല്ലോ. ഒരു മനുഷ്യൻ തന്നെ തിരിച്ചറിയുന്നത്, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ വിജയവും പരാജയവും തിരിച്ചറിയുന്നത്, അത് നാളെ ആഖിറത്തിൽ ഏട് കിട്ടാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഏട് കിട്ടാൻ കാത്തിരിക്കണ്ട. ഒരു മനുഷ്യന്റെ ജീവിതം വിജയിച്ചുവോ പരാജയപ്പെട്ടുവോ എന്ന് മനുഷ്യൻ മരിക്കുന്നതോടെ തന്നെ അറിയുകയാണ്, അവൻ തിരിച്ചറിയുകയാണ്. മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്, അത് വിജയിച്ചുവോ പരാജയപ്പെട്ടുവോ എന്ന് തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് മരണം മുന്നിൽ വന്നെത്തുന്ന നേരത്തെ മനുഷ്യന് ബോധോദയം ഉണ്ടാകുന്നത്. ശുദ്ധ ഖുർആൻ രംഗം വിശദീകരിച്ചല്ലോ. മരിക്കുന്ന മനുഷ്യൻ പറയുന്ന വാചകം അല്ലാഹു രേഖപ്പെടുത്തിയല്ലോ. ഫലാ സദ്ദഖ വലാ സല്ല വലാകിൻ കദ്ദബ വതവല്ല. മരിക്കുന്ന നേരത്തെ അവൻ പറയാ, അല്ലാഹ് ഞാൻ നിസ്കരിച്ചിട്ടില്ല. ജീവിക്കുമ്പോഴോ ആ ബോധമില്ല, ജീവനുള്ളപ്പോഴോ ആ ബോധമില്ല, ഉറങ്ങാൻ നേരത്തോ ആ ബോധമില്ല, ഉണരുമ്പോഴോ ആ ബോധമില്ല, കച്ചവടം നടത്തുമ്പോഴോ ആ ബോധമില്ല, ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ പറയുന്നില്ല ഫലാ സദ്ദഖ, ഞാൻ സദഖ നൽകിയില്ലല്ലോ. കളിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ പറയുന്നില്ല വലാ സ്വല്ല, നിസ്കരിച്ചില്ലല്ലോ. നേരെ മറിച്ച് ഒരു മനുഷ്യൻ അത് പറയുന്ന നേരം അതെപ്പോഴാ? കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى. ശുദ്ധ ഖുർആൻ പറയാണ്, ഒരു മനുഷ്യൻ മരിക്കുന്ന നേരം അപ്പോഴാവും പറയാ, ഞാൻ സദഖ നൽകിയില്ല, ഞാൻ നിസ്കരിച്ചില്ല, ഞാൻ സ്വാലിഹായില്ല. അതുകൊണ്ടൊരു മനുഷ്യന് മരിക്കുന്നതോടെ അവന് മനസ്സിലാകും അവൻ രക്ഷപ്പെട്ടവനാകുമോ പരാജിതനാകുമോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് അവൻ പോകുന്നത്. അവൻ ഖബറിൽ കിടക്കുമ്പോൾ അവന് ബോധമുണ്ട്. മുഅ്മിനായ മനുഷ്യൻ, ജീവിതത്തെ തിരിച്ചറിഞ്ഞ മനുഷ്യൻ, അതേ നാളെ ആഖിറത്തിൽ സ്വർഗം നേടുന്ന മനുഷ്യൻ, ഖബറിൽ കിടന്ന് നടത്തുന്നവന്റെ ദുആ റസൂല് പറഞ്ഞത് അല്ലാഹുമ്മ ഖിമ്മസ്സാഅ, അല്ലാഹുവേ ലോകാവസാനം വേഗം കൊണ്ടുവാ അല്ലാഹ്. കാരണം എന്റെ നന്മയിലേക്ക് ഓടിച്ചെല്ലാൻ, എന്റെ പുണ്യം എനിക്ക് കിട്ടാൻ, ആ സ്വർഗത്തിലേക്ക് ഓടിക്കേറാൻ അല്ലാഹുവേ ലോകാവസാനം വേഗം കൊണ്ടുവാ അല്ലാഹ് എന്ന് റബ്ബിനോട് ദുആ ചെയ്യുമ്പോ കുറ്റവാളി ഖബറിൽ കിടന്ന് ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ലാ തഖുമ്മസ്സാഅ, പടച്ചവനേ ലോകാവസാനം അടുത്തൊന്നും വരല്ല അല്ലാഹ്, ലോകത്തെ നീ നശിപ്പിക്കല്ല അല്ലാഹ്, മാക്സിമം അത് നീട്ടിത്തരണേ അല്ലാഹ് എന്നാണ് അവൻ ഖബറിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്. അതും ഒരു ശിക്ഷയാണ്, അതും ഒരു അദാബാണ്. അതുകൊണ്ട് തന്നെ നാളെ ആഖിറത്തിൽ എഴുന്നേറ്റ് വരുന്ന അതേ മുജ്രിമുകളായ, കുറ്റവാളികളായ, മഹാപാപികളായ ആളുകൾ അതേ തന്റെ കൂട്ടുകാരെ കാണുമ്പോ, തന്റെ ബന്ധുജനങ്ങളെ കാണുമ്പോ, തന്റെ മക്കളെ കാണുമ്പോ, തന്റെ കൂട്ടുകുടുംബത്തെ കാണുമ്പോ, തന്റെ ഇണയെ കാണുമ്പോ അവര് പറയുന്ന വാചകമാണ് ഖുർആൻ എടുത്തുദ്ധരിക്കുന്നത്. യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീഹി
ഒരു മനുഷ്യൻ എത്രമാത്രം മഹാപാപിയായി മാറി എന്നതിന്റെ തെളിവാണത്. കാര്യം സ്വന്തം മക്കളെ ആഖിറത്തിൽ കാണുകയാണ്. അപ്പൊ ഈ മഹാപാപി ചിന്തിക്കുകയാണ്, അല്ലാഹുവേ എന്റെ മക്കളെ തരാം, അവരെ നീ നരകത്തിലേക്ക് എറിഞ്ഞുവിടു, അല്ലാഹുവേ അവരെ നീ എനിക്ക് പകരം നരകത്തിലിട്, എന്നിട്ട് എന്നെ ഒന്ന് രക്ഷിക്കുക അല്ലാ. സ്വന്തം മക്കളെ കാണുമ്പോൾ ഒരു മഹാപാപി അവിടെ വെച്ച് ആലോചിക്കുന്നത് അതാണെന്ന് ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു വസ്വാഹിബതിഹി വഅഖീഹി. ആ മഹാപാപി സ്വന്തം ഭാര്യയെ കണ്ടാൽ അവിടെ വെച്ച് അവൻ കരുതുകയാണ്, അല്ലാഹുവേ ദാ നിൽക്കുന്നു എന്റെ ഭാര്യ, എനിക്ക് പകരം അവളെ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തുക അല്ലാഹ്. അതാ സഹോദരനെ കാണുമ്പോൾ ആ മഹാപാപി കൊതിക്കുകയാണ്, അല്ലാഹുവേ അതാണ് എന്റെ സഹോദരങ്ങൾ, എനിക്ക് പകരം അവരെ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തുക അല്ലാഹ്. കൂട്ടുകുടുംബാദികളെ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ മഹാപാപി കാണുമ്പോ അവൻ കൊതിക്കുകയാണ്, അല്ലാഹുവേ എന്റെ കൂട്ടുകുടുംബാദികളാണത്, അവരെ നരകത്തിലേക്ക് എനിക്ക് പകരം നീ സ്വീകരിച്ച് എന്നെ രക്ഷപ്പെടുത്തു അല്ലാഹ്. അവസാനം അവൻ കൊതിക്കുകയാണ്, വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ. ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ ജീവിച്ച് മരിച്ചുപോയ സർവ്വ മനുഷ്യരെയും എനിക്ക് പകരം നീ സ്വീകരിച്ച് അവരെ മുഴുവനും നരകം നിറച്ച് എന്നെ നീ രക്ഷപ്പെടുത്തി തരാമോ അല്ലാഹ് എന്ന് അവൻ അവിടെ വെച്ച് കൊതിക്കുമെന്ന് ഖുർആൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെച്ചുകൊണ്ട് തന്നെ അതിന് മറുപടി പറയുന്നു, അത്തരം ദുരാഗ്രഹങ്ങൾ കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. കാരണം കല്ലാ ഇന്നഹാ ലല്ലാഹ് നസ്സാഅത്തൽ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വ തവല്ലാ. ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് മനുഷ്യനെ വിചാരണ ചെയ്യുന്ന നാളിൽ ആ നരകത്തെ ചൂണ്ടിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്, ഇതിൽ ലളയാകുന്ന നരകമാണ്, നിന്റെ ദുനിയാവിലെ കോടതിയല്ല ഇത്. കാശ് കൊടുത്തും കൈക്കൂലി നൽകിയും ജഡ്ജിയെ സ്വാധീനിച്ചും അല്ലെങ്കിൽ നിനക്ക് പകരം പകരക്കാരനെ കൊണ്ടുവന്ന് നിർത്തിയും തൽക്കാലം നീ തടിസലാമത്താക്കി പോകുന്ന നിന്റെ ദുനിയാവിലെ കോടതിയല്ല ഇത്. ഇത് കത്തിയാളുന്ന നരകമാണ്, നിന്റെ തൊലി ഉരിച്ചു കളയുന്ന നരകമാണ്. ആ സന്ദർഭത്തിൽ നരകം വിളിക്കും, എവിടെടാ തിരിഞ്ഞുപോയവൻ, അഹങ്കരിച്ചവൻ എന്ന് നരകം വിളിച്ചു പറയും എന്നുള്ളതാണ്. ഇത് മാനവരാശിയുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഐഹിക ലോകത്ത് വെച്ച് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു സംഗതി ഉള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ റിസാലത്ത്, തന്റെ പ്രബോധനം ആരംഭിച്ച ആ ആദ്യവേളയിൽ തന്നെ പുതച്ചു മൂടിക്കിടക്കുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ഓ നബിയെ, ആദ്യം തന്നെയും നിങ്ങളുടെ കുടുംബക്കാരെ ഉപദേശിക്കണേ. നാട്ടുകാരോട് വാദ പറയുന്നതിന് മുമ്പ്, ഉപദേശിക്കുന്നതിന് മുമ്പ്, അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് മുമ്പ് താങ്കളുടെ അടുത്ത ബന്ധുമിത്രാദികളുണ്ട്, അഖറബുകളായ ആളുകളുണ്ട്, താങ്കളുടെ ഉറ്റമിത്രങ്ങളുണ്ട്. ആ മിത്രങ്ങളെ വിളിച്ച്, ഉറ്റവരെ വിളിച്ച്, ഉടയവരെ വിളിച്ച് താങ്കൾ ഇൻസാർ ചെയ്യൂ. തബ്ശീർ ചെയ്യുന്നല്ല. തബ്ശീർ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമുണ്ട് എന്ന് പറയലാണ്. അത് കേൾക്കാൻ നല്ല സുഖമുള്ള ഏർപ്പാടാണ്. സ്വർഗ്ഗമുണ്ട്, സ്വർഗത്തിൽ കായികനികളുണ്ട്, സ്വർഗത്തിൽ നദിയുണ്ട്, പുഴയുണ്ട് എന്നൊക്കെ പറയാൻ അത് കേൾക്കാൻ നല്ല സുഖമുള്ള ഏർപ്പാടാണ്. എന്നാൽ മുഹമ്മദ് നബിയോട് അല്ലാഹു പറഞ്ഞത് ഇൻസാർ ചെയ്യ്, അടുത്ത ബന്ധുക്കളെ വിളിച്ച് ഇൻസാർ ചെയ്യ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിതാവിന്റെ സഹോദരൻ അബ്ബാസ് എന്നവരെ വിളിച്ചു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, യാ അബ്ബാസ്, യാ അമ്മത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇളാപ്പ, പിതാവിന്റെ സഹോദര, നിങ്ങൾ നരകത്തെ തൊട്ട് കാത്തുകൊള്ളണം. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തെ തൊട്ട് കാത്തുകൊള്ളണം. യാ മഅ്ശറ ഖുറൈശ്, ഓ ഖുറൈശികളെ, ഓ ഖുറൈശി നേതാക്കളെ, അൻഖിദു അൻഫുസകും മിനൻ നാർ, നിങ്ങൾ നരകത്തെ തൊട്ട് നിങ്ങളെ സ്വയം കാത്തുകൊള്ളണം, സ്വയം സംരക്ഷിച്ചു കൊള്ളണം. യാ സഫിയ അമ്മത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മയായ അമ്മത്തായ സഫിയ എന്നവരെ, അൻഖിദി നഫ്സികി മിനൻ നാർ, നരകത്തെ തൊട്ട് നിങ്ങൾ കാത്തുകൊള്ളണേ. അവിടെ നിന്നില്ല, സ്വന്തം പ്രിയമകളെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യാ ഫാത്തിമത ബിൻത് മുഹമ്മദ്, മുഹമ്മദിന്റെ മകളായ ഫാത്തിമ, അൻഖിദി നഫ്സികി മിനൻ നാർ, എന്റെ ശരീരത്തെ നീ നരകത്തെ തൊട്ട് കാത്തുകൊള്ളണേ മോളെ. സലിനി മിൻ മാലിൻ മാ ശിഖ്തി, ഉപ്പയുടെ സമ്പത്തിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളത് ചോദിക്കാം, ഉപ്പയുടെ സമ്പത്തിൽ നിന്ന് ആവശ്യമുള്ളത് നിനക്ക് ചോദിക്കാം. ഒരുപക്ഷെ എന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു തരാൻ ഉപ്പക്ക് കഴിഞ്ഞെന്ന് വരാം.
പക്ഷേ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, നാളെ റബ്ബിന്റെ മുന്നിലെത്തിയിട്ട് ഞാൻ മുഹമ്മദിന്റെ മകളാണ്, ഖാതിമുൽ അംബിയാഇന്റെ മകളാണ്, ലിവാഉൽ ഹംദിന്റെ വാഹകന്റെ മകളാണ്, അശ്ശഫാഅത്തുൽ ഉലമ നിർവഹിക്കുന്ന ഉന്നതനായ വ്യക്തിത്വത്തിന്റെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നൊന്നും നേടിയെടുക്കാൻ മകളെ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് നീ നിന്നെ നരകത്തെ തൊട്ട് കാത്തുകൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ മക്കളെ വളർത്തിയത്, അങ്ങനെയാണ് മരുമക്കളെ പരിചരിച്ചത്. രാത്രി അന്ത്യയാമമായാൽ നിശയുടെ ആ നിശബ്ദതയിൽ എല്ലാവരും പൂണ്ടുറങ്ങുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരുമകന്റെ വാതിൽ മുട്ടുമായിരുന്നു, തന്റെ മകളുടെ വാതിൽ മുട്ടുമായിരുന്നു. എഴുന്നേറ്റ് നിസ്കരിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിക്ക് വിളിച്ചതല്ല, നബി ളുഹർ നിസ്കരിക്കാൻ പറയല്ല, നേരെ മറിച്ച് തഹജ്ജുദിന്റെ നേരത്ത് ആ രാത്രിയുടെ അന്ത്യയാമത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുകയാണ് തന്റെ കുടുംബത്തെ, തന്റെ മരുമകനെ, തന്റെ മകളെ വിളിച്ചുകൊണ്ട് അവരെ വിളിച്ച് നിസ്കരിക്കാൻ പറയാണ്. കാരണം അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവി الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ, രാത്രിയുടെ ആ വേളകളിൽ അന്ത്യയാമങ്ങളിൽ ചില ആളുകളെ നിങ്ങൾക്ക് കാണാം, അവര് ഇതാ പുതപ്പിനടിയിൽ കിടന്നുറങ്ങുകയല്ല, നേരെ മറിച്ച് സാജിദ, അവർ സുജൂദിലാണ്. അവർ ഇൻസ്റ്റഗ്രാമിലല്ല, ഫേസ്ബുക്കിലല്ല, വാട്സാപ്പിലല്ല, രാത്രിയുടെ അന്ത്യയാമത്തിൽ സാജിദ, അവർ സുജൂദിലാണ്. അവർ ചാറ്റ് ചെയ്യാണ്, ആരുമായിട്ട്? റബ്ബുൽ ആലമീനുമായിട്ട് ചാറ്റ് ചെയ്യുകയാണ്, അല്ലാഹുവുമായി മുനാജാത്ത് നടത്തുകയാണ്. സാജിദം വഖായിമാ, അവർ നിദാ കാലുനീര് വെച്ച് വീങ്ങുന്നത് വരെ നിസ്കരിക്കുകയാണ്. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അതേ യഹ്ദറുൽ ആഖിറ, അവർ കാത്തുവെക്കുന്നത് അല്ലെങ്കിൽ കരുതുന്നത്, സൂക്ഷിക്കുന്നത് ആഖിറത്തിനെയാണ്. അവർ സൂക്ഷിക്കുന്നത് ആഖിറത്തിനെയാണ്, അവർ കരുതുന്നത് ആഖിറത്തിനെയാണ്. വയർജു റഹ്മത റബ്ബിഹി, റഹ്മാനായ റബ്ബിന്റെ റഹ്മത്തിനെയാണ് അവർ കൊതിക്കുന്നത്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവനും വിവരമില്ലാത്തവനും ഒരുപോലെയാകുമോ? വിവേകിയും അവിവേകിയും ഒരുപോലെയാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അങ്ങേറ്റം ലുബുള്ളവനെ, തലയിൽ കാമ്പുള്ളവനെ ചിന്തിക്കൂ എന്ന് ഖുർആൻ പറയാണ്. തലയിൽ കാമ്പുള്ളവനെ ചിന്തിക്കൂ. അതുകൊണ്ട് തന്നെ രാത്രിയുടെ അന്ത്യയാമത്തിൽ അവർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്തുകൊണ്ട്? അവർക്കറിയാം ആഖിറത്തുണ്ട്, അവർക്കറിയാം ആഖിറത്തുണ്ട്, പരലോകമുണ്ട്, റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് വരേണ്ട ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ റബ്ബിന്റെ റഹ്മത്ത് വേണം എന്നവർ കൊതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിശയുടെ നിശബ്ദതയിൽ അവർ എഴുന്നേറ്റ് സുജൂദിൽ വീഴുകയാണ്. ഇന്നമാ يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. അല്ലാഹു പറയാണ്, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന ആളുകൾ ആരാന്നറിയോ? കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് തെരുവിൽ കിടന്നുറങ്ങുന്നവനല്ല. അങ്ങനെയുണ്ട് നമ്മുടെ ആളുകളിൽ ഒരു ജനത അല്ലെങ്കിൽ ഒരു സമൂഹം, അവർക്ക് ജീവിതം അറിയില്ല, ജീവിതത്തിന്റെ കാമ്പറിയില്ല. അവർ കാണുന്ന ലഹരി അത് കഞ്ചാവിലുള്ള ലഹരിയാണ്, MDMയിലുള്ള MAയിലുള്ള ലഹരിയാണ്, അതുപോലെ തന്നെ മദ്യത്തിലുള്ള ലഹരിയാണ്. ആ ലഹരി മാത്രമേ അവർക്കറിഞ്ഞുകൂടൂ. സ്വബോധം നഷ്ടപ്പെടുത്തുന്ന ലഹരിയാണ്, അവരുടെ ചിന്തയെ കാർന്നു തിന്നുന്ന ലഹരിയാണ്, അവരുടെ കരടിനെ കാർന്നു തിന്നുന്ന ലഹരിയാണ്. ആ ലഹരി മാത്രമേ അവർക്കുള്ളൂ. എന്നാൽ നമ്മുടെ ആയത്തുകൾ വിശ്വസിക്കുന്നവന്റെ ലഹരി എന്തെന്നറിയുമോ? അവന്റെ ആസ്വാദനം എന്തെന്നറിയുമോ? അവന്റെ ലദ്ദത്ത് എന്തെന്നറിയുമോ? ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദാ
വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. ഒരു കിബറുമില്ലാതെ ഒരു അഹങ്കാരവുമില്ലാതെ ആ റബ്ബിന് ഹംദ് ചെയ്യുന്നവരാണ്, തസ്ബീഹ് ചെയ്യുന്നവരാണ്, സുജൂദിലേക്ക് വീഴുന്നവരാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യൂൻഫിഖൂൻ. അതേ വിരിപ്പിൽ നിന്ന് അവരുടെ പാശങ്ങൾ എഴുന്നേറ്റ് വരുന്നു. എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് അവൻ എഴുന്നേറ്റ് വരുന്നു. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, വളരെയധികം ഭയത്തോടെയും പ്രതീക്ഷയോടെയും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. വമിമ്മാ റസഖ്നാഹും യൂൻഫിഖൂൻ, അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ഇതാ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നു. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അത്തരക്കാർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചതെന്ത് എന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞാൽ ഒരാൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് റബ്ബ് അത്തരക്കാർക്ക് വേണ്ടി ഒരുക്കി വെച്ചത്. ഫലാ തഅലമു നഫ്സും മാ ഖുറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവരുടെ അധ്വാനത്തിന് അല്ലാഹു ഒരുക്കി വെച്ച പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തെ ഒരാൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയില്ല, അത്ര അനുഗ്രഹങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചത്. മാലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ കഴിയാത്ത, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിഅമത്തുകൾ അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. കാരണം അവർ ജീവിതത്തെ അറിഞ്ഞു ജീവിച്ചവരാണ്, പണിയെടുത്തവരാണ്, അധ്വാനിച്ചവരാണ്. മറ്റൊരുത്തന്റെ അമല് കൊണ്ട് രക്ഷപ്പെടാൻ നിന്നവനല്ല, നേരെ മറിച്ച് അവൻ പണിയെടുത്തു. അവന്റെ സഅയ്, അവന്റെ അധ്വാനം, അവന്റെ പരിശ്രമം, ആ പരിശ്രമവുമായി റബ്ബിനെ കണ്ടുമുട്ടി. അല്ലാഹു നൽകിയ ആയുസ്, റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ സമയം, ആ സമയത്തിലൂടെ അവൻ സഞ്ചരിച്ചപ്പോ ഓരോ പോയിന്റിലും അവന് ചെയ്യാനുണ്ടായിരുന്നു നിരവധി സംഗതി. ഓരോ പോയിന്റിലും ഒരു മനുഷ്യന് ചെയ്യാനുള്ള നിരവധി സംഗതി. പലപ്പോഴും മനുഷ്യന് അതറിയില്ല. അല്ലാഹു നൽകിയ ആയുസ്, റബ്ബ് നൽകിയ ആയുസ്, ആ ആയുസ് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ കളിച്ചും ചിരിച്ചും അന്യായം ചെയ്തും അപഹരിച്ചും തോന്നിയാസം ചെയ്തും ജീവിച്ചു തീർക്കുന്ന മനുഷ്യർ, ഇന്ധനം തീരുമ്പോ, അവരുടെ ആയുസ് സെറ്റ് പോകുമ്പോ, അവരുടെ ആയുസ് അവസാനിച്ചു പോകുമ്പോ അവൻ നെടുങ്കേതം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ വിശ്വാസി, തിരിച്ചറിഞ്ഞവൻ, അധ്വാനിച്ചവൻ, പണിയെടുത്തവൻ, നിരന്തരമായി പണിയെടുത്തവൻ, ഒന്ന് കഴിഞ്ഞാൽ എടുത്തത്. ഒരു മുഅ്മിൻ നിരന്തരമായി പണിയെടുക്കുന്നവനാണ്, നിരന്തരമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അവന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും അധ്വാനിക്കുന്നവനാണ്, പരിശ്രമിക്കുന്നവനാണ്. ആ പരിശ്രമത്തിന്റെ ഫലം അവൻ കാണുകയാണ്, ആഖിറത്തിൽ നേടുകയാണ് അവന്റെ അധ്വാനം. എന്നാൽ മറ്റു ചിലർ അവർ മേന്മ പറയാണ്, മറ്റുള്ളവരെ കണ്ട് ആശ്വസിക്കുകയാണ്. അവൻ അധ്വാനിക്കുന്നു, അവൻ പരിശ്രമിക്കുന്നു, അവൻ നേടുന്നു, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും കഴിയോ, എനിക്കെന്തെങ്കിലും കിട്ടോ? ഇല്ല. സ്വയം അധ്വാനിക്കാതെ ഒരാൾക്കും ഒന്നും ലഭിക്കില്ല. ഇത് ഖുർആൻ നമുക്ക് എല്ലാ വിഷയത്തിലും നൽകുന്ന വലിയ ഒരു ഇൽമാണ്, അറിവാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു ചില വ്യക്തിത്വങ്ങളെ. നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. നൂഹ് അലൈഹിസ്സലാമിന്റെ പരിശ്രമങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. നമുക്കറിയാം, ആ നൂഹ് അലൈഹിസ്സലാം ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, 950 കൊല്ലക്കാലം, വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ 1050 കുറവ്. ആ 950 കൊല്ലക്കാലം നിരന്തരമായി റബ്ബിന്റെ മാർഗത്തിൽ പണിയെടുത്ത നൂഹ് അലൈഹിസ്സലാമിനെ പറ്റി പറയുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനെ കുറിച്ചും പറഞ്ഞു തന്നു. നൂഹ് നബിയുടെ മകനെ കുറിച്ച് പറഞ്ഞു തന്നു. ആ ഉപ്പ സ്നേഹത്തോടെ വിളിച്ചു ആ മകനെ. ആ ഉപ്പ സ്നേഹത്തോടെ ഒരു മകനോടുള്ള എല്ലാ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉപ്പ നിറവേറ്റുകയാണ്. കാരണം ഉപ്പക്കറിയാം, ഈ മകൻ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, റബ്ബ് തന്ന പരീക്ഷണമാണ്. അത് നൂഹ് നബിക്ക് മാത്രമല്ല, നമ്മുടെയൊക്കെ മക്കൾ നമുക്ക് അള്ളാഹു തന്ന പരീക്ഷണമാണ്. അവരുടെ മേൽ നമുക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അവരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്.
ഒരു മകൻ ഉണ്ടാകാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ പോലും അതിനായി പ്രാർത്ഥിക്കുമ്പോൾ പോലും റബ്ബിനോട് നടത്തേണ്ട ദുആ വിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളുടെ ദുആ വെച്ച് പഠിപ്പിച്ചില്ലയോ, വിശദീകരിച്ചില്ലയോ റബ്ബ് സുബ്ഹാനഹു വ തആല? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ ഒരു സ്വാലിഹായ സന്താനത്തെ എനിക്ക് തരണമേ. അവിടെ മുതൽ, അഥവാ സന്താനത്തെ ആഗ്രഹിക്കുന്ന സമയം മുതൽ ഒരു സന്താനത്തെ തരണേ എന്നല്ല, ഒരു മകനെ തരണേ, മകളെ തരണേ എന്നല്ല. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ സന്താനത്തെ തരണേ. സക്കറിയ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ദുആ വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോഴും പറഞ്ഞത് കാഫ് ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കറിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഗല الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عقرا فهب لي من لدنك وليا. ഒരു പ്രവാചകൻ റബ്ബിനോട് ദുആ ചെയ്യാണ്, അല്ലാഹുവേ എനിക്കൊരു അനന്തരാവകാശിയെ തരണേ അല്ലാഹ്. മഹാനായ സക്കറിയ നബി ചോദിക്കുകയാണ് റബ്ബിനോട്, എനിക്കൊരു അനന്തരാവകാശിയെ തരണേ അല്ലാഹ്. അനന്തരാവകാശി എന്ന് പറഞ്ഞാൽ ഈ ദീൻ ഏറ്റെടുക്കാൻ, ഇത് പറയാൻ, ഇത് ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തോട് ഈ ദീനിന്റെ സന്ദേശം പറയാൻ, അതുകൊണ്ട് തന്നെ ഈ ഭാരം ഏറ്റെടുത്തുകൊണ്ട് എന്റെ പിൻഗാമിയായി വരാൻ തക്കവണ്ണമുള്ള ഒരു വലിയനെ എനിക്ക് തരണേ അല്ലാഹ്. സക്കറിയ നബി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ആ ദുആ മുതൽ അവിടുന്ന് ഇങ്ങോട്ട് പരിശ്രമിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം എന്തിനാണ് തന്റെ മകനെ കൊണ്ടുവന്ന് മക്കയിൽ ഉപേക്ഷിച്ചു പോയത് എന്ന് വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം, നിസ്കരിക്കുന്നവരായി എന്റെ മകൻ വളരണം, എന്റെ മക്കൾ വളരണം, അതിനുവേണ്ടിയാണ് അല്ലാഹുവേ ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. കണ്ടോ? അപ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന സന്താനത്തെ ഏറ്റവും നല്ല സംസ്കാരത്തിൽ വളർത്തിയെടുക്കുക, അതൊരു മനുഷ്യന്റെ അഭിലാഷമാണ്, ഒരു മുഅ്മിനിന്റെ അഭിലാഷമാണ്. ഇവിടെയാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവസാന സമയത്ത് പോലും തന്റെ മകനെ വിളിക്കുകയാണ്, തന്റെ മകനോട് പറയുകയാണ്. അതേ മലകൾ കണക്ക് തിരമാലകൾ ആഞ്ഞടിക്കുന്ന വേളയിൽ അങ്ങകലെ തന്റെ മകനെ കണ്ടപ്പോ യാ ബുനയ്യർകം മഅനാ യാ ബുനയ്യർകം മഅനാ വലാ തകും മിനൽ കാഫിരീൻ വലാ തകും മഅൽ കാഫിരീൻ. യാ ബുനയ്യ, പൊന്നുമോനെ, ഇർകം മഅനാ, ഞങ്ങളോടൊപ്പം കപ്പലിലേക്ക് കേറുമോനെ, നീയും കപ്പലിലേക്ക് വാ മോനെ. സ്നേഹത്തോടെ ഒരു ഉപ്പ വിളിക്കുകയാണ്. കാരണം നൂഹ് നബിക്ക് അറിയാം വരാൻ പോകുന്ന ദുരന്തം എന്താണ് എന്ന്, വരാൻ പോകുന്ന അദാബ് എന്താണ് എന്ന്. അതുകൊണ്ട് സ്വന്തം മകനെ വിളിച്ചു, ഇർകം മഅനാ, പൊന്നുമോനെ വാ, കേറ്. ഒരിക്കലും നീ അവിശ്വാസികളിൽ നന്ദികെട്ടവരിലായി പോകരുത്. ആ സന്ദർഭത്തിൽ ആ മകൻ പറഞ്ഞു, ഏതുപോലെ എന്നറിയോ, നമ്മുടെ നാട്ടിൽ ചില ആളുകൾ, ചില മക്കൾ പറയുന്നത് പോലെ, ഉപ്പാ ആ വണ്ടിയിലേക്ക് ഞാനില്ല, വല്ല മലയുടെ മുകളിലും കയറി ഞാൻ രക്ഷപ്പെട്ടു കൊള്ളാം, വെള്ളം ഇങ്ങനെ പൊങ്ങിയാലും. അവനൊരു പരമ യുക്തിവാദിയായി മാറി. അങ്ങനെയുണ്ട് ചില മനുഷ്യർ. അള്ളാഹുവിന്റെ വഹയി വന്നാലും യുക്തിവാദം കൊണ്ട് അതിനെ കവർ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ. ഇവന് യുക്തിവാദിയാവുകയാണ്, ഇവനും ഒരു നിരീശ്വരവാദിയാവുകയാണ്, ദൈവനിഷേധിയായി മാറുകയാണ്. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയമില്ലാത്ത, പടച്ചവനെ പേടിക്കാത്ത ഒരു പരമ ദ്രോഹിയായി ആ മകൻ മാറുകയാണ്. അവൻ യുക്തി കൊണ്ട്, അവന്റെ ബുദ്ധി കൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ അതിജയിക്കാൻ ശ്രമം നടത്തുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ വല്ല മലയുടെ മുകളിലും കേറിക്കൊള്ളാം. ആ ഉപ്പ പറഞ്ഞു, പൊന്നുമോനെ, നീ വിചാരിക്കുന്നത് പോലല്ല. ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം. കാരുണ്യം ലഭിച്ച മനുഷ്യരല്ലാതെ ഇന്ന് രക്ഷപ്പെടൂല. ഇത് വഹയാണ്, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹയാണ്. ആ വഹയുള്ള റസൂലാണ് ഞാനാണ് മോനെ നിന്നോട് പറയുന്നത്. ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്. അതുകൊണ്ട് ഇന്നേ ദിവസം പൊന്നുമോനെ നിന്നെ രക്ഷപ്പെടുത്താൻ വേറെ ഒരാളും വരില്ല കേട്ടോ, ഒരു പർവ്വതവും ഒരു മലയും നിന്നെ രക്ഷപ്പെടുത്തുകയില്ല കേട്ടോ. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വഹാല ബൈനഹുമൽ മൗത്ത് ഫകാന മിനൽ മുഗ്റഖീൻ. ഖുർആൻ പറഞ്ഞു, ആ ഉപ്പയുടെയും ഉമ്മയുടെയും, ആ ഉപ്പയുടെയും മകന്റെയും ഇടയിൽ
ഒരു തിരമാല വന്നങ്ങ് പൊങ്ങി അങ്ങ് താഴ്ന്നപ്പോ സ്വന്തം മകൻ അതാ മുങ്ങി മരിക്കുന്നത് നോക്കി നിൽക്കുകയാണ് നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി കൈകാലിട്ടടിക്കുകയാണ്. ആ നൂഹ് നബിയുടെ മകൻ ഇങ്ങനെ കൈകാലിട്ടടിക്കുമ്പോ അള്ളാഹുവിനോട് റബ്ബിനോട് നൂഹ് നബി നടത്തുന്നൊരു ദുആയുണ്ട്. റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി. അല്ലാഹുവേ, എന്റെ പൊന്നുമോൻ എന്റെ കുടുംബമല്ലയോ അവൻ, എന്റെ കുടുംബക്കാരനല്ലയോ അവൻ. മനസ്സിലാക്കണം, അല്ലാഹുവോട് നൽകുന്ന ഒരു ഉത്തരം, റബ്ബ് കൊടുത്ത ഉത്തരം ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. അവൻ നിന്റെ കുടുംബക്കാരനല്ല. നിന്റെ കുടുംബക്കാരൻ അവർ മുഴുവനും ഇപ്പോൾ ആ കപ്പലിലുള്ള ആളുകളാണ്. ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം. അറിയാത്തത്, വിവരമില്ലാത്തത് എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് മാത്രമല്ല, ഇന്നി അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ. വിവരമില്ലാത്ത മനുഷ്യരിൽ നീ പെട്ടുപോകരുത് എന്ന് നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്. ഖുർആൻ എന്തിനാ ഇത് പറയുന്നത്? ഇതെന്തിനാ ഖുർആൻ പറയുന്നത്? ബാപ്പ നന്നായിട്ട് കാര്യമില്ല, മകൻ നന്നാകണം. ബാപ്പ അവ്വൽ വഖത്ത് സുബഹിക്ക് പള്ളിയില്, മോനോ വഴിക്കില്ല. നമുക്കതൊരു ഗൗരവ വിഷയമല്ല. ഓന്റെ വഴി, അവനവന്റെ വഴി. അങ്ങനെ വിടാൻ കഴിയുന്നതല്ല ഒരു മുഅ്മിൻ. ആ മുഅ്മിനിന്റെ സന്താനം, ആ സന്താനം മുഅ്മിനിന്റെ സന്താനങ്ങൾ മുഅ്മിനായ നിലയിൽ തന്നെയാവണം. അത് ആഗ്രഹമാണ്, പ്രവർത്തനമാണ്. ബാപ്പ നിസ്കരിച്ചു, മോന് നിസ്കാരമില്ല. ബാപ്പ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉണ്ട്, മകനില്ല. ബാപ്പ വാതൊക്കെ വെക്കുന്നുണ്ട്, മകനാ വഴിക്കില്ല. ബാപ്പ വലിയ സംഘടനാ പ്രവർത്തനം ഉണ്ട്, മക്കളാ വഴിക്കില്ല. ഇതല്ല, നേരെ മറിച്ച് നമ്മൾ നേരിന്റെ വഴിയിൽ നടന്നു പോകുമ്പോ നമ്മുടെ കൂടെ കൈപിടിച്ച് നമ്മുടെ സന്താനങ്ങളെ കൊണ്ടുവരണം. ബാപ്പ നല്ലവൻ, മകൻ മോശം, രക്ഷയില്ലെന്ന് ഖുർആൻ പറയാണ്. ഭർത്താവ് നല്ലവർക്ക്, ഭാര്യയോ ആ വഴിക്കില്ല. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്, നല്ല വാത് കേൾക്കും. ആര്? നമ്മൾ പോയി വാത് കേൾക്കും, നമ്മൾ ഖുതുബ കേൾക്കും, നമ്മൾ ജുമുഅക്ക് പങ്കെടുക്കും. ഈ 100% ഈമാൻ കയറ്റി പൂർണ്ണമായ മനസ്സോടെ അള്ളാഹുവിനെ സമർപ്പിക്കാൻ തയ്യാറായി വീട്ടിലേക്ക് വരുമ്പോ വീട്ടിലുള്ള ആള് അവള് സീരിയൽ മാത്രം കണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ട് മാത്രം കഴിച്ചു കൂടുന്ന ആളാണ്, റീല് മാത്രം കണ്ടിരിക്കുന്ന ആളാണ്. അവൾക്ക് എന്ത് ഈമാനാ, എന്ത് വിശ്വാസമാ? അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ഖുർആനാ, എന്ത് സുന്നത്താ? അത് കേൾക്കാനുള്ള അവസരമില്ലവർക്ക്, മനസ്സിലാക്കാനുള്ള അവസരമില്ലവർക്ക്, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലവർക്ക്. അതുകൊണ്ട് തന്നെ ഇവന്റെ ഒരു ഭാഗം അവൻ നന്നാക്കി പോകാൻ ആഗ്രഹിക്കുമ്പോ മറുഭാഗത്ത് നന്നാകുന്നില്ല. ഇനി മറുഭാഗം നന്നായാലോ, ഭാര്യ നന്നായാലോ, ഭർത്താവ് ആ വഴിക്കില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വാപ്പ പണിയെടുത്താൽ വാപ്പക്ക്, മക്കൾ പണിയെടുത്താൽ മക്കൾക്ക്, ഭാര്യ പണിയെടുത്താൽ ഭാര്യക്ക്, ഭർത്താവ് പണിയെടുത്താൽ ഭർത്താവിന്. ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ ഡ്യൂട്ടി, അവനവന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അല്ല പറയാണ്, അല്ല പഠിപ്പിക്കുകയാണ്. അതെ, ഏതൊരാൾക്കും അവന്റെ അധ്വാനമല്ലാതെ വേറൊന്നും കാണാൻ കഴിയില്ല. വേറൊരാള് പ്രവർത്തിച്ച അമല് നോക്കിയിട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ മുന്നിൽ അജാദി നടപ്പാകില്ലെന്ന് പറയുമ്പോ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. വളരെ കുറഞ്ഞ ജീവിതമാണ് അല്ലാഹു നമുക്ക് തന്നത്. ഒരുപാടൊന്നും ഇവിടെ ആരും ജീവിക്കുന്നില്ല, ഒരുപാടൊന്നും ആരും ഇവിടെ ജീവിക്കുന്നില്ല. വളരെ കുറച്ചാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത്. അല്ലാഹു നമുക്ക് തന്ന ആയുസ് 60 ആണെങ്കിൽ പോലും, 60 കൊല്ലം ഒരാൾ ഇവിടെ ജീവിച്ചാൽ പോലും, ഇദാ ആശൽ ഫതാ 60 ആമാ ഫനസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി. 60 വയസ്സൊരുത്തന് ഈ ലോകത്ത് ജീവിച്ചാൽ അതിന്റെ പകുതിയും രാത്രി കൊണ്ടുപോയി. ബാക്കി എത്രയുള്ളത്? 30 ആണ്. ഇനി ആ 30 എടുത്താലോ അതിന്റെ പകുതി അഥവാ 15 കൊല്ലം എനിക്കും നിങ്ങൾക്കും 15 വയസ്സാകുന്നത് വരെ, അഥവാ നമ്മുടെ SSLC വരെ എന്താ അവസ്ഥ? ഒരു ഗഫ്ലത്തായി നമുക്കൊരു ചുക്കും അറിയൂല. 15 വയസ്സ് വരെ, അഥവാ നമ്മുടെ 60 കൊല്ലത്തിൽ 30 കൊല്ലവും രാത്രിയായി പോയി. ബാക്കി കിട്ടിയ പകുതി എടുത്ത് നോക്കുമ്പോ അതിന്റെ 15 കൊല്ലവും ഈ
SSLC വരെ 10ാം ക്ലാസ് എത്തുന്നത് വരെയുള്ള കാലത്ത് ഒരു ചുക്കും തിരിഞ്ഞില്ല നമുക്ക്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹവയടിച്ച് നടന്നു. പിന്നെ ബാക്കി നോക്കുമ്പോ എത്ര ഇപ്പോൾ ഉള്ളത്? 15 ഉള്ളത്. ബാക്കി നോക്കുമ്പോ 60 കിട്ടിയതിൽ നോക്കുമ്പോ ഈ ബാക്കി 15 ഉള്ളത്. ആ 15 എടുത്തു നോക്കിയാൽ ആ 15 5 കൊല്ലം ജോലിയില്ല, കൂലിയില്ല. നമ്മളിങ്ങനെ അന്വേഷിച്ച് തേരാപ്പാര ഒരു പണി കിട്ടുമോ എന്ന് അന്വേഷിച്ച്, ജോലി അന്വേഷിച്ച്, അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയി, ഡിഗ്രി എടുക്കാൻ പോയി, PG എടുക്കാൻ പോയി, അങ്ങനെ നമ്മുടെ 5 കൊല്ലം അങ്ങോട്ട് അങ്ങനെ തീർന്നു. ബാക്കി പോയപ്പോ ഇപ്പൊ എത്ര ഉള്ളത്? 10 ആണുള്ളത്. ഇപ്പൊ നോക്കുമ്പോ ഏതാണ്ട് 50 വയസ്സ്. ബാക്കിയുള്ളത് മുഴുവനും പോയി. 50 കഴിഞ്ഞപ്പോ മുട്ടുവേദന, അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഊരവേദന, അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോ ഇതാ പിന്നെ ബ്ലോക്ക്. ഇങ്ങനെ നോക്കുമ്പോ ബാക്കി നോക്കുമ്പോ കുറയും. അതുപോലെ തന്നെ നമ്മുടെ വലിവും പ്രയാസങ്ങളുമായിട്ട് ഇങ്ങനെ പോവാണ്. ഇതാണ് ഒരു മനുഷ്യ ജീവിതം എടുത്തു നോക്കിയാൽ അതിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ. അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ആർക്കും കിട്ടുന്നില്ല. ഒരുപാട് ഇങ്ങനെ കറങ്ങി നടന്നു മടിച്ചു പൊളിച്ചൊക്കെ ജീവിതം ആസ്വദിക്കാന്ന് വിചാരിച്ചാൽ ദുനിയാവിൽ അത് സാധ്യമല്ല. മണ്ടന്മാരാണ് പലരും. കാരണം ചിലവർ ദുനിയാവിൽ സ്വർഗം തീർക്കാൻ ഒരുങ്ങി നടക്കുന്ന ആളുകളാണ്. ദുനിയാവിൽ സ്വർഗം തീർക്കാൻ, ദുനിയാവിൽ സ്വർഗം വാങ്ങാൻ നടക്കുന്ന ആളുകൾ. സാധ്യമല്ല ദുനിയാവിൽ. ഈ രോഗമുള്ള, കഷ്ടതകളുള്ള, ബലാരിഷ്ടതകളുള്ള, വേദനകളുള്ള, നൊമ്പരങ്ങളുള്ള, വിസർജ്യമുള്ള ഈ ലോകത്ത് ഒരാൾക്കും സ്വർഗം തീർക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കും, ഒരുപാട് ആഗ്രഹിക്കും. ഒരു സെലിബ്രിറ്റി ആയാൽ എങ്ങനെയാകും? നമുക്ക് അങ്ങനെ ആനന്ദിക്കാലോ, അങ്ങനെ ആഗ്രഹിക്കുക പല ആളുകളും. വീടകങ്ങളിൽ, അടുക്കളയിലുള്ള നമ്മുടെ സഹോദരിമാർ പോലും സെലിബ്രിറ്റികളാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു റീലിട്ടിട്ടെങ്കിലും, അവരുടെ മാറിങ്ങനെ തുറന്നു കാട്ടിയിട്ടെങ്കിലും, അവരുടെ വസ്ത്രം ഇങ്ങനെ കുറച്ചിട്ടെങ്കിലും ആളുകളൊന്ന് ശ്രദ്ധിക്കുന്ന സെലിബ്രിറ്റി ആകണം എന്ന് ആഗ്രഹിച്ച് സെലിബ്രിറ്റി പട്ടം കിട്ടുമ്പോ ഒരു റിസൾട്ട് ആശുപത്രിയിൽ നിന്ന് കയ്യിലേക്ക് വരും. ക്യാൻസർ ആണ്. അതിന്റെ 4th സ്റ്റേജ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 3rd സ്റ്റേജ് ആയിട്ടുണ്ട്. അതോടെ ഇവളുടെ എല്ലാം തീരുകയായി, മുടി കൊഴിയുകയായി, സൗന്ദര്യം അത് ഇല്ലാതാവുകയായി, അത് ഒരു വീടിന്റെ മൂലയിലേക്ക് ഉരം ചേർക്കപ്പെട്ടവരായി മാറുകയായി. അല്ലേ? എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ദുനിയാവ് എന്താ നമുക്ക് തരിക? ഐഹിക ലോകം എന്താ നമുക്ക് തരിക? അതെ, ഭൗതിക ലോകം ഒരു ചുക്കു നമുക്ക് തരില്ല. അതിനൊരു ഒരുപാടൊന്നും ചിന്തിക്കണ്ട. നേരെ പോവുക, ഖബർസ്ഥാനിൽ പോയി നിൽക്കുക. നമ്മുടെ നാട്ടിൽ മറമാടുന്ന മക്ബറകൾ ഉണ്ടല്ലോ, മനുഷ്യരെ മറമാടുന്ന ഈ മഹല്ലത്തിലെ മക്ബറ. ആ മക്ബറ അടുക്കൽ പോയിട്ട് ഇങ്ങനെ കുറെ നേരം നോക്കി നിൽക്കുക. മക്കളെ വിളിച്ചിട്ട് പോയി നിൽക്കുക അവിടെ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ വിളിച്ചിട്ട് പോയി നിൽക്കുക. എന്നിട്ട് അവിടെ നിൽക്കുക. ഒന്നും കേൾക്കൂല. ധൈര്യത്തെ ചെല്ലാൻ പറ്റിയ സ്ഥലാണ്. ആരും ഒന്നും ചെയ്യൂല. ധൈര്യത്തെ പോയി അവിടെ നിൽക്കാം. അങ്ങനെ നോക്കിയാൽ അവിടെ ചെന്ന് നിന്നാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ശ്മശാന മൂകത എന്ന് പറഞ്ഞാൽ ശ്മശാനത്തിൽ ചെന്നാൽ ഒച്ചയില്ല, ബഹളമില്ല. ശ്മശാന മൂകതയാണ്. സലാം പറഞ്ഞാൽ പോലും മടക്കാൻ ഒരാളുണ്ടാവൂല. ആ രൂപത്തിലുള്ള ഖബർസ്ഥാനിൽ പോയി നിന്നാൽ തുനാജീക അജിദാസുൻ വഹുന്ന സുകൂതു വസുക്കാനുഹാ തഹ്ത തുറാബി ഖുഫൂതു. ആ ഖബർ നിന്നോട് സംസാരിക്കുന്നുണ്ട്. ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ നിന്നോട് സംസാരിക്കുന്നുണ്ട്. അവർ മൗനമായി നിന്നോട് സംസാരിക്കുകയാണ്, മിണ്ടാതെ നിന്നോട് സംസാരിക്കുകയാണ്. അവർ ആ മണ്ണിനടിയിലെ വീട്ടിൽ കിടന്ന് നിന്നോട് സംസാരിക്കുകയാണ്. എന്തേ ഖബറാളി നിന്നോട് പറയുന്നതെന്നറിയുമോ? അയാ ജാമിഅദ് ദുനിയാ ലിഗൈരി ബലാഗത്തിൻ ലിമൻ തജ്മഉദ് ദുനിയാ വഅൻത തമൂതു. ദുനിയാവ് മുഴുവൻ വെട്ടിപ്പിടിച്ചവനെ, ദുനിയാവിൽ നേടിയവനെ, ദുനിയാവിൽ ഒരു കൂട്ടിയവനെ, 10 ഏക്കർ സമ്പാദിച്ചവനെ, ബില്യണറും മില്യണറുമായി വളർന്നവനെ, ഒരു ചിന്തയുമില്ലാതെ വലിയ തിരക്കിലോടി വാരിക്കൂട്ടിയ സമ്പാദ്യം ലിമൻ ആർക്ക് വേണ്ടിയാണടോ? ലിമൻ തജ്മഉദ് ദുനിയാ, ഈ ദുനിയാവ് നീ വാരിക്കൂട്ടിയത് ആർക്ക് വേണ്ടിയാണ്? വഅൻത തമൂതു,
കാരണം നിനക്ക് മരിക്കാനുള്ളതാണല്ലോ, നീ മരിച്ചു പോകുമല്ലോ, മരിച്ചാൽ നീ വന്നു കിടക്കേണ്ടത് ഇവിടെയാണല്ലോ. അങ്ങനെ ഇരിക്കെ നീ ആർക്ക് വേണ്ടിയാ സമ്പാദിച്ചത്, ആർക്ക് വേണ്ടിയാ നീ സ്വരുക്കൂട്ടിയത്? അത് ചോദിക്കാത്ത ഒരു ഖബറുമില്ല. അത് നിങ്ങൾ നോക്കൂ, സൗദി അറേബ്യയിൽ ചെന്നാൽ അബ്ദുള്ള രാജാവിന്റെ ഖബർ കാണാം. ജീവിച്ചിരുന്നപ്പോ ശതകോടീശ്വരനായിരുന്നു അദ്ദേഹം. റിയാദിൽ അദ്ദേഹത്തിന്റെ ഖബറുണ്ട്, അബ്ദുള്ള രാജാവിന്റെ ഖബറുണ്ട്. ആ ഖബറിന്റെ അടുക്കൽ പോയി നിന്നാൽ അബ്ദുള്ള രാജാവും അത് പറയും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ടൊരു ബില്യനേഴ്സ് ഉണ്ട്, അയാളുടെ ഖബർസ്ഥാനിൽ പോയി നിന്നാലും അതങ്ങനെ പറയും. അതല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഖബർസ്ഥാനുണ്ട്, ആ ഖബർസ്ഥാനിൽ ചെന്ന് നിന്നാലും ആ ഖബർ ഇങ്ങനെ വിളിച്ചു പറയും, തട്ടിപ്പും വെട്ടിപ്പും കരഞ്ചതയും നടത്തി നീ വാരിക്കൂട്ടിയ സമ്പാദ്യം ആർക്ക് വേണ്ടിയാടോ? നിന്റെ സമ്പാദ്യം ആർക്ക് വേണ്ടിയാടോ? കാരണം നീ മരിക്കാനുള്ളവനാണല്ലോ, നീ മരിച്ചു പോകുമല്ലോ, നിന്റെ ഉള്ളതെല്ലാം വലിച്ചെറിഞ്ഞ് ഭൂമിക്കടിയിലേക്ക് നീ കുടിച്ചിടപ്പെടുമല്ലോ. അപ്പോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ അത് ആഗ്രഹിക്കണം. ഒരു വേള നമ്മുടെ കട്ടിലിൽ നിവർന്നു കിടന്നിട്ട് ഞാനിപ്പോൾ മരിക്കുകയാണ് എന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണ് എന്ന് ചിന്തിച്ചാൽ മതി. നേരെ നീണ്ടു നിവർന്നു കിടന്നിട്ട് ഈ ഉറക്കത്തിൽ എനിക്ക് അറ്റാക്ക് സംഭവിക്കും, ഞാൻ ഈ ലോകത്തോട് വിട പറയും, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ ഒരു രൂപമാറ്റം വരും, ഒരു ചിന്ത വരും. അത് ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട ചിന്തയല്ല. ബഹുമാന്യനായ ഹനീഫ് കായക്കൊടി നമുക്കെല്ലാവർക്കും സുപരിതനാണ്. അദ്ദേഹത്തിന്റെ ഉപ്പയുണ്ട് അബൂബക്കർ മൗലവി, വലിയ സ്വാത്വികനായ മനുഷ്യനാണ്, ആലിമാണ്, പണ്ഡിതനാണ്, കിതാബോദിയ കീഴനവരുടെ ശിഷ്യനായി വളർന്ന ആളാണ് അബൂബക്കർ മൗലവി. അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ ജാബിർ എന്ന മകന്റെ വീട്ടിൽ അദ്ദേഹം താമസിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അബൂബക്കർ മൗലവി എഴുന്നേറ്റ് വുളൂ എടുത്ത് വന്ന് എന്റെ രണ്ട് കൈകൾ ഇങ്ങനെ പിടിച്ചു, മുഖത്തേക്ക് നോക്കി. അറിയപ്പെട്ടൊരു മാഷാണ് അദ്ദേഹം, നാട്ടിൽ അറിയപ്പെട്ടൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. രണ്ട് കൈകളിൽ ഇങ്ങനെ രണ്ട് കൈയും പിടിച്ച് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് അദ്ദേഹം നാല് വരി അറബി പദ്യം ഇങ്ങനെ ചെല്ലുകയാണ് മുഖത്തേക്ക് നോക്കിയിട്ട്. എന്താണ് ആ പദ്യത്തിലുള്ളത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. ഇതാണ് മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന് പറയാനുള്ള വാക്കുകൾ. അത് പാടി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അവസാനം അബൂബക്കർ മൗലവി എന്നോട് പറഞ്ഞ വാചകം ഇതാണ്. അതിനുശേഷം വേറൊന്നും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. എന്താ പറയുന്നത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്ദാ അലാ നാരിൽ ജഹീമി. അല്ലാഹുവേ, നീ വാഗ്ദാനം ചെയ്ത ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട്, നീ വാഗ്ദാനം ചെയ്ത ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട്. അത് വെറുതെ കിട്ടുന്നതല്ല, ആ ജന്നാത്തുൽ ഫിർദൗസ് വെറുതെ കിട്ടില്ല. നേരെ മറിച്ച് ഒഴിവ് കഴിവ് പറയാതെ റബ്ബിന്റെ മാർഗത്തിൽ പണിയെടുത്തവർക്കുള്ളതാണത്. അതുകൊണ്ടാണല്ലോ നബിയോടൊപ്പം ജീവിച്ച ആളുകൾ അവർക്കൊരു ഭാഗ്യം വന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയാൽ അവർ കരഞ്ഞത്, അവർ വിഷമിച്ചത്, അവർ സങ്കടപ്പെട്ടത്. അതേ, ആ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് തന്നെയും ആ കൂട്ടത്തിൽ തന്നെയും അതേ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് എല്ലാ നന്മകളിൽ നിന്നും മാറി നിൽക്കാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു സ്വഹാബി പോലും, അഥവാ രണ്ടു കണ്ണിനും കാഴ്ചയില്ലാത്ത മനുഷ്യൻ പോലും ഓടി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നില്ലയോ? അല്ലിംനി അനിൽ ഇസ്ലാം യാ റസൂലല്ലാഹ്, അഖ്ബിർനി അനിൽ ഇസ്ലാം യാ റസൂലല്ലാഹ്. പുറത്തു നല്ല ബഹളമാണ്, അടിയാണ്, ഇടിയാണ്, അതുപോലെ തന്നെ ചാട്ടമാറടിയാണ്, തീയിൽ കിടത്തുകയാണ്. ഈമാൻ സ്വീകരിച്ചതിന്റെ പേരിൽ മനുഷ്യരെ, ബിലാലിനെയും അമ്മാറിനെയും ഇതാ പീഡിപ്പിക്കുന്ന നേരത്തും കണ്ണു കാണാത്ത മനുഷ്യനോട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്ന് പറയുന്നത്, ദീൻ പറഞ്ഞുതാ റസൂലേ, ഇസ്ലാം പറഞ്ഞുതാ റസൂലേ. പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്. സദസ്സില്ല, ആളുകൾ നോക്കുന്നില്ല,
ഓടി വരികയാണ്. ആ വേളയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടുമൂപ്പന്മാരുടെ മുന്നിൽ ഇരുന്നിട്ട് വളരെ ഗൗരവത്തിൽ പ്രവാചകൻ അവർക്ക് വേണ്ടിയിട്ട് ദഅവത്ത് നടത്തുന്നത്. അബൂജഹലടക്കം, ഉത്ബത്തടക്കം, ശൈബത്തടക്കം, വലീദടക്കം വലിയ പൗരപ്രമുഖരായ നാട്ടുമൂപ്പന്മാരുടെ മുന്നിൽ ഇവരിൽ ഏതെങ്കിലും ഒരുത്തൻ നന്നായാൽ അതുവഴി ഈ സമൂഹത്തിന് നേട്ടമുണ്ടാക്കാലോ, ദഅവത്ത് എളുപ്പാക്കാലോ എന്ന് കൊതികൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നാട്ടുമൂപ്പന്മാർക്ക് മുന്നിൽ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സദസ്സറിയാതെ ആരാണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നറിയാതെ സാഹചര്യം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സ്വഹാബി ഓടി വന്ന് പറഞ്ഞത്, അഖ്ബിർനി അനിൽ ഇസ്ലാം യാ റസൂലല്ലാഹ്, അല്ലിംനി അനിൽ ഇസ്ലാം യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് നബിയിലേക്ക് ഓടി വരുമ്പോ പ്രവാചകനെ പെട്ടെന്ന് ഇടയിൽ കയറി അങ്ങനെ ഒരു സദസ്സിൽ കടന്നു വന്ന അത്തരം ഒരു ചോദ്യം ചോദിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീരസമുണ്ടാക്കി. മനുഷ്യ പ്രകൃതിയുള്ള റസൂല് തന്റെ മുഖമൊന്ന് തിരിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, ആ മുഖം അല്പമൊന്ന് ചുളിഞ്ഞു പോയി, നീരസം പ്രകടമായി പോയി പ്രവാചകന്റെ മുഖത്ത്. അതൊരിക്കലും ആ കണ്ണ് കാണാത്ത മനുഷ്യൻ കണ്ടിട്ടില്ല. റസൂലുള്ള തല തിരിച്ചതോ, റസൂലുള്ളാഹിന്റെ മുഖം നീരസം കൊണ്ട് ചുളിഞ്ഞു പോയതോ ആ കണ്ണു കാണാത്ത മനുഷ്യൻ കണ്ടില്ലെങ്കിലും റബ്ബുൽ ആലമീൻ, റബ്ബുൽ അർശിൽ അദീം, അത്യുന്നതമായ അർശിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ആലമീനായ അല്ലാഹു അത് കണ്ടു. ഉടൻ തന്നെ വരുന്നു നാമൂസുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞെന്താ, അബസ വതവല്ല അൻജാഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. ഏതാണ്ട് 16ഓളം ആയത്തുകൾ ഓതിയിട്ടല്ലേ റസൂലുള്ളാഹിയോട് പറഞ്ഞത്, ഓ നബിയെ കണ്ണ് കാണാത്ത ആളോടി വന്നപ്പോ മുഖം തിരിച്ചു കളഞ്ഞോ, മുഖം ചുളിച്ചു കളഞ്ഞോ. നബിയെ താങ്കൾക്ക് എന്തറിയാം, താങ്കൾ നാട്ടുമൂപ്പന്മാരുടെ നേരെ തിരിഞ്ഞിരിക്കുന്നുവെങ്കിൽ അതേ ആ ഓടി വന്നയാള് അല്ലാഹനെ പേടിക്കുന്ന ആളാണ്, റബ്ബിനെ ഭയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തെ പരിഗണിക്കാതെ നോക്കാതെ താങ്കൾ തിരിഞ്ഞിരിക്കുന്നത് ആരിലേക്കാ? ആ മനുഷ്യർ വലിയ പ്രധാനികളായി പ്രൗഢി നടിക്കുന്ന മനുഷ്യരുടെ നേരെ. അവര് നന്നായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ റസൂലേ എന്ന് ചോദിച്ച അല്ലാഹു പരിഗണിച്ച മനുഷ്യൻ, കണ്ണു കാണാത്ത വ്യക്തി. ആ വ്യക്തിയാണ് മക്കത്തിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ രണ്ടാമൻ. ചിന്തിക്കണം, ആലോചിക്കണം. ചെറിയ സംഗതിയല്ല, ചെറിയ കാര്യമല്ല. മദീനയിലേക്ക് ഹിജ്റ പോയ രണ്ടാമൻ, മക്കത്ത് അല്ലാഹുവിന്റെ പ്രശംസ ആദ്യം കിട്ടിയ ആ വ്യക്തി, മദീനയിലേക്ക് ഹിജ്റ പോയ രണ്ടാമൻ. ഒന്നാമൻ മുസ്അബ് ഇബ്നു ഉമൈർ എന്ന സ്വഹാബി, രണ്ടാമൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം എന്ന കണ്ണു കാണാത്ത സ്വഹാബി ഹിജ്റ പോവുകയാണ്. മദീനത്ത് പോയിട്ട് ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ. എന്തൊക്കെ ന്യായം പറയാൻ നബിയെ, നിങ്ങൾ പോയിക്കോ, ഞാൻ കണ്ണു കാണാത്ത ആളല്ലേ, പയ്യെ വന്നോളാം എന്നൊന്നുമല്ല. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. ആലോചിക്കണം, ഖുർആൻ രണ്ടാമത് ആയത്ത് ഇറങ്ങിയപ്പോ അക്കൂട്ടത്തിലും ആ കണ്ണ് കാണാത്ത ആള് പെടുകയാണ്. മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻകടന്ന് പോയവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും, അല്ലാഹുവിന്റെ തൃപ്തി അവർക്കുണ്ട്, മാത്രമല്ല സ്വർഗം അവർക്കുണ്ട് എന്ന് പറഞ്ഞ ഗണത്തിലും ആ സ്വഹാബി പെട്ടിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് ബദർ യുദ്ധം നടക്കുന്ന വേളയിൽ ആളുകളെല്ലാം ഒരുങ്ങി വന്നപ്പോ അവിടെയും വന്നു ആ സ്വഹാബി. പക്ഷെ റസൂല് പറഞ്ഞു, അങ്ങക്ക് ഇത് ബാധകമല്ല. കാരണം പോകുന്നത് ഏറ്റുമുട്ടലിലേക്കാണ്, അല്ലെങ്കിൽ പ്രയാസകരമായ സാഹചര്യത്തിലേക്കാണ്. അതുകൊണ്ട് താങ്കൾ ഇവിടെ നിന്ന് ഈ പള്ളിയുടെ കാര്യങ്ങള്, അതുപോലെ മദീന നിവാസികളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. നബിയും സഹാബത്തും ബദറിലേക്ക് പോയിട്ട് മടങ്ങി വരുമ്പോ ഇതാ വിശ്വാസികളായ ആളുകളുടെ ചരിത്രത്തിൽ ധീരോദത്തമായ പോരാട്ടം നടത്തി ജിഹാദ് ചെയ്ത് ആ ധീരയോദ്ധാക്കൾ ബദരീങ്ങൾ ആ മദീനയിലേക്ക് മടങ്ങി വരുമ്പോ അല്ലാഹ് ആയത്തിറക്കുകയാണ്, ലാ യസ്തവിൽ ഖായിദൂന മിനൽ മുഅ്മിനീന വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫളലല്ലാഹുൽ മുജാഹിദീന ബിഅംവാലിഹിം വഅൻഫുസിഹിം അലൽ ഖായിദീന ദറജ വകുല്ലം വഅദല്ലാഹുൽ ഹുസ്നാ വഫളലല്ലാഹുൽ മുജാഹിദീന അലൽ ഖായിദീന അജ്റൻ അളീമാ ദറജാതിൻ മിൻഹു വമഗ്ഫിറതൻ വറഹ്മ വകാന അല്ലാഹു ഗഫൂറർ റഹീമാ.
അള്ളാന്റെ മാർഗത്തിൽ പടവെട്ടാൻ പോയി പരിശ്രമിച്ച ആളുകളും പോകാതെ മാറി നിന്ന ആളുകളും ഒരുപോലെയല്ല. അവർക്കൊരു പ്രതിഫലമല്ല. നേരെ മറിച്ച് അള്ളാന്റെ മാർഗത്തിൽ പണിയെടുത്തവന്, പരിശ്രമിച്ചവന്, ആ റബ്ബിന്റെ മാർഗത്തിൽ പൊടിപറ്റിയവന്, വിയർപ്പൊലിപ്പിച്ചവന്, കഷ്ടത സഹിച്ചവന് അള്ളാന്റെ മാർഗത്തിൽ പണിയെടുത്തവന് പണിയെടുക്കാത്തവനേക്കാൾ പ്രതിഫലമുണ്ട്. മാത്രമല്ല സ്റ്റാറുകളുണ്ട് റബ്ബിന്റെ അടുക്കൽ, ദറജാത്ത്. പണിയെടുത്തവൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്റ്റാറുകളുണ്ട്, പദവികളുണ്ട് എന്ന് ആയത്തിറങ്ങിയപ്പോ ഓടി വരുന്നു ആര്? കണ്ണ് കാണാത്ത ആൾ ഓടി വന്നിട്ട് റസൂലുള്ളയോട് പറയാണ്, അള്ളാന്റെ റസൂലേ, അങ്ങ് മാറ്റി നിർത്തിയത് കൊണ്ട് മാത്രമാണ് കൂലി കിട്ടാതെ പോയത്. കാരണം ഞാൻ വന്നതാണ്. അതെ, ആ സമയത്ത് നിങ്ങളാണ് എന്നെ മാറ്റി നിർത്തിയത്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിഫലം പറഞ്ഞപ്പോ പങ്കെടുക്കാത്തവരെ മാറ്റി നിർത്തിയവരുടെ കൂട്ടത്തിൽ ഞാനിതാ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? എന്തുകൊണ്ട് എനിക്ക് പ്രതിഫലം നഷ്ടപ്പെട്ടു പോയി എന്ന് ചോദിക്കുമ്പോ മക്കയിലെ അനുഭവമുള്ള റസൂല് വേദനയോടെ, നൊമ്പരത്തോടെ, ആ കണ്ണു കാണാത്ത സ്വഹാബിയുടെ വാചകങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുമ്പോ മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. റസൂലുള്ളാഹിന്റെ രണ്ട് കാലുകൾ എന്റെ തുടയിലായിരുന്നു റസൂൽ വെച്ചിരുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ഭാരമുണ്ടാകാൻ തുടങ്ങി. എന്റെ കാലിന്റെ എല്ലുകൾ പൊട്ടിപ്പോകുമോ എന്ന് പോലും ഭയപ്പെടുന്ന രൂപത്തിൽ റസൂലുള്ളാഹിക്ക് ഭാരമേറി. ആ വേളയിൽ ഇദാനാ മുസ്ലിമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന വൈറുലിൽ ളറരി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത് ഓതിത്തന്നു. അഥവാ ഉമ്മു മക്തൂമേ, ഇബ്നു ഉമ്മി മക്തൂമേ, താങ്കൾക്ക് ഇത് ബാധകമല്ല, താങ്കളെ പോലുള്ളവർക്കും ഇത് ബാധകമല്ല. നിങ്ങൾ യുദ്ധത്തിന് പോയില്ലെങ്കിലും പ്രതിഫലം, ആ പ്രതിഫലത്തിന് അർഹരാണ്. കാരണം നിങ്ങൾ ഉള്ളുകൊണ്ട് തുടിക്കുന്ന ആളുകളാണ്. ഭൗതികമായ കാരണങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളും അതിൽ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ പല തടസ്സങ്ങളും ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതെ, നിങ്ങൾക്ക് ആ പ്രതിഫലം കുറക്കൂല. നിങ്ങൾക്ക് ആ പ്രതിഫലം കുറക്കുന്ന പ്രശ്നമില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് കൊടുത്ത വ്യക്തിത്വമാണ് കണ്ണ് കാണാത്ത സ്വഹാബിയെങ്കിൽ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന്റെ ചരിത്രം ഇങ്ങനെ വായിച്ചു വന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ അല്ലാഹ് ഇളവ് കൊടുത്ത ആ മനുഷ്യൻ അതേ പ്രായാധിക്യം ചെന്ന് വയസ്സായി, കണ്ണിനു കാഴ്ചയുമില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അതേ അദ്ദേഹം ജീവിച്ച വേളയിൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ആ കണ്ണു കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനെ ഞാൻ പിന്നെ കണ്ടത് ഖാദിസിയയിൽ വെച്ചുകൊണ്ടാണ്. ഹിജ്റ 14 ഖാദിസിയയിൽ വെച്ചുകൊണ്ട് ഘോരയുദ്ധം നടക്കുമ്പോ അതിന്റെ മുന്നിൽ ഒരു കറുത്ത കൊടിയും പിടിച്ചൊരു മനുഷ്യൻ നടന്നു പോകുന്നു. ആരാണെന്ന് നോക്കുമ്പോ കണ്ണു കാണാത്ത മനുഷ്യനിതാ ആ ഖാദിസിയ രണഭൂമിയിൽ വിശ്വാസികളുടെ മുന്നിൽ ഒരു കറുത്ത കൊടിയും പിടിച്ചുകൊണ്ട് പൊടിമാറുന്ന യുദ്ധഭൂമിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ ആ ഖാദിസിയയുടെ പൊടി അടങ്ങിയ നേരത്ത് അവിടെ ഇതാ വിശ്വാസികൾ ഇങ്ങനെ നിരനിരയായി മരിച്ചു കിടക്കുമ്പോ ആ കൂട്ടത്തിലായിരുന്നു മക്കയിൽ വെച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞ അബസ വതവല്ല അൻജാഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ അമ്മാ മൻ ഇസ്തഗ്നാ ഫഅൻത ലഹു തസദ്ദാ വമാ അലൈക അല്ലാ യസ്സക്ക വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശാ എന്നല്ലാഹു പറഞ്ഞ മനുഷ്യൻ പിടഞ്ഞു വീണത് ഖാദിസിയയിലാണ്. കണ്ണ് കാണാത്ത അല്ലാഹനെ പേടിച്ച മനുഷ്യൻ പിടഞ്ഞു വീണത് ഖാദിസിയയുടെ രണഭൂമിയിലാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലക്ക് ഒഴിവ് കഴിവ് പറയാതെ പണിയെടുക്കുന്നവന് കൊടുക്കുന്ന വിരുന്നാണ് ജന്നാത്തുൽ ഫിർദൗസ്. ആ രൂപത്തിൽ അധ്വാനിച്ചവന് കിട്ടുന്ന റബ്ബിന്റെ വിരുന്നാണ്
ജന്നാത്തുൽ ഫിർദൗസ്. അതുകൊണ്ട് തന്നെയാണ് അബൂബക്കർ മോദി പറയുന്നത്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. അല്ലാഹുവേ, ജന്നാത്തുൽ ഫിർദൗസ് അതിന് ഞാൻ അർഹനല്ല, അതിന് ഞാനൊന്നും ചെയ്തവനല്ല, അതിന് അധ്വാനിച്ചവനല്ല. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. എന്നാൽ നീ പറഞ്ഞ നരകമുണ്ടല്ലോ, നീ പഠിപ്പിച്ച നരകമുണ്ടല്ലോ, മനുഷ്യനെയും കല്ലുകളെയും കത്തിക്കുന്ന നരകമുണ്ടല്ലോ, കല്ലു കത്തണമെങ്കിൽ 10,000 സെൽഷ്യസ് ചൂട് വേണം. കഞ്ഞി തിളപ്പിക്കുന്ന ചൂട് കൊണ്ട് ഒരിക്കലും കല്ല് കത്തിക്കാൻ കഴിയില്ലെങ്കിൽ, കമ്പി തിളക്കുന്ന ചൂട് കൊണ്ട്, ഇരുമ്പ് തിളക്കുന്ന ചൂട് കൊണ്ട് ഒരിക്കലും കല്ല് കത്തിക്കാൻ കഴിയില്ലെങ്കിൽ, 10,000 സെൽഷ്യസ് ചൂടുള്ള അതേ ലാവ ഇങ്ങനെ തിളച്ചുമറിയുന്നത് കണ്ടില്ലയോ? അതുപോലെയുള്ള അത്രയും സെൽഷ്യസ് ചൂടുള്ള ഒന്നുകൊണ്ട് മാത്രമാണ് കല്ല് കത്തിക്കുന്നതെങ്കിൽ, മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്ന നരകം, ആ നരകത്തെ വഹിക്കാനുള്ള കഴിവെനിക്കില്ല. അല്ലാഹ് വലാ ഖുവാ അലാ നാരിൽ ജഹീമി. കത്തിയാളുന്ന നരകത്തെ സ്വീകരിക്കാൻ കഴിവുള്ളവനല്ല അല്ല ഞാൻ. അതുകൊണ്ട് ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീം. അല്ലാഹുവേ, വമ്പൻ പാപങ്ങൾ ചെയ്ത എനിക്ക്, ദോഷങ്ങൾ സംഭവിച്ചു പോയി എനിക്ക് നീ പശ്ചാത്താപം തരണേ അല്ലാ, തൗബ തരണേ അല്ലാ. അല്ലാഹുവേ, നീ ഗാഫിറു ദംബാണല്ലോ, അങ്ങേറ്റം പൊറുക്കുന്നവനാണല്ലോ, വലിയ പാപം ചെയ്ത മഹാപാപികൾക്ക് പോലും പുറത്തു കൊടുക്കുന്നവനാണല്ലോ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ എന്ന് റബ്ബിനോട് ദുആ ചെയ്യാനുള്ള മനസ്സ് മരണം നമ്മുടെ മുന്നിലെത്തുമ്പോ നമുക്ക് സ്വയം ബോധ്യപ്പെടുന്ന സംഗതിയാണ്. അതുകൊണ്ട് അതിന് നാം ഒരുങ്ങി നിൽക്കണം, ഒരുങ്ങി നിൽക്കണം. മരിക്കാൻ നമ്മൾ ഒരുങ്ങി നിൽക്കണം, മരണത്തിനായി നമ്മൾ ഒരുങ്ങി നിൽക്കണം. കാരണം നമുക്കറിയാം അതിന് പ്രായമില്ല. നമ്മൾ കണ്ടു എത്രയോ മരണങ്ങൾ. കോളേജിൽ പഠിക്കുന്ന 3 കുട്ടികളാണ് കഴിഞ്ഞ ദിവസം നിമിഷങ്ങൾ കൊണ്ട് നമ്മോട് യാത്ര പറഞ്ഞത്. ഓരോരുത്തരും ഇങ്ങനെ വിട്ടുപോകുമ്പോ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല, വിഷമിച്ചിട്ട് കാര്യമില്ല. മുഅ്മിനാണോ മരണം റാഹത്താണ്. അബൂ ഹാമിദ് അൽ ഗസാലിയുടെ ഒരു ബൈത്തുണ്ട്, ഇപ്പൊ പാടുന്നില്ല. ഞാനത് പാടിയാൽ ഒരു അരമണിക്കൂർ വിശദീകരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ പാടുന്നില്ല. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതി വെച്ച ചില വരികളുണ്ട്, ചില വാചകങ്ങളുണ്ട്. ഒരു മുഅ്മിനിന് മരണം എന്ന് പറഞ്ഞാൽ അവന്റെ ആനന്ദമാണ്, അവന്റെ സന്തോഷമാണ്, അവന് നിരാശയല്ല. മരണം കൊണ്ട് അവൻ സന്തോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. കാരണം വെച്ചാൽ അവൻ അത്രയും കാലം പണിയെടുത്തത് ആ ഒരു നിമിഷം ഏറ്റവും സുന്ദരമാക്കാൻ വേണ്ടിയാണ്, റാഹത്താക്കാൻ വേണ്ടിയാണ്. അല്ലേ? നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു കല്യാണം നിശ്ചയിച്ചാൽ നമ്മൾ ഒരുപാട് പണിയെടുക്കും. വാപ്പ ഓടുന്നു, അതുപോലെ തന്നെ പലരെയും കാണുന്നു, ആളുകളെ വിളിക്കുന്നു, ഒക്കെ കൊണ്ടുവരുന്നു, പന്തലുകാരെ വിളിക്കുന്നു, എല്ലാം കഴിഞ്ഞ് മാസങ്ങൾ ഇങ്ങനെ പണിയെടുത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് ആ റാഹത്ത എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. ഇതുപോലെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ പണിയെടുക്കുകയാണ്, അധ്വാനിക്കുകയാണ്. കാരണം അവനറിയാം മരണം ഉറപ്പാണ്. മരണം ഉറപ്പാണെന്ന് മാത്രമല്ല, മരണം വല്ലാത്തൊരു തമാശയുമാണ്. നമ്മൾ സാധാരണ ഒരാൾ ഇവിടെ പിടഞ്ഞു വീണാൽ നേരെ ആംബുലൻസ് വിളിച്ച് നേരെ കൊണ്ടുപോകുന്നത് ഡോക്ടറെ കാണിക്കാനാണ്, അടുത്തൊരു ഡോക്ടറുടെ അടുക്കലേക്ക് ഓടിക്കൊണ്ടുപോകണേ. പക്ഷെ ആ ഡോക്ടറുടെ അവസ്ഥ പോലും എന്താണ്? ഒരു ഡോക്ടറിനും തന്റെ മരണം പിടിച്ചിരുത്താൻ കഴിയില്ല. പല ആളുകളെയും രക്ഷിച്ച ഡോക്ടർ മരിച്ചു പോകും, അതാണ് രസം. പല ആളുകളുടെയും ജീവൻ രക്ഷിച്ച ആളാണ്, പക്ഷെ ആ ഡോക്ടർ മരിച്ചു പോകും. ഒരു ഡോക്ടറിനും അയാൾക്ക് നിശ്ചയിച്ച മരണം തടയാൻ കഴിയില്ല. അറിയപ്പെട്ട ഒരു കാർഡിയോളജിസ്റ്റ് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നു. എത്ര ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത മനുഷ്യനാണത്? എത്ര ആളുകൾക്ക് ഇതാ ഈ രൂപത്തിൽ ഈ ഹൃദയ സംബന്ധിയായ ചികിത്സ നൽകിയ ആളാണത്. ആ രൂപത്തിൽ അനവധി ആളുകളെ ഈ രൂപത്തിലെ ഹൃദയ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കാർഡിയോളജിസ്റ്റ് അവസാനിത ഈ രൂപത്തിൽ അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. RCCയിൽ ജോലി ചെയ്ത നിരവധി ക്യാൻസർ രോഗികളെ രക്ഷപ്പെടുത്തിയ ഡോക്ടർ സ്വയം ക്യാൻസർ വന്ന് മരിക്കുകയാണ്. ഇന്നലകളിൽ ഒരുപാട് ആളുകളെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയ ഡോക്ടർ
അതേ രോഗം പിടിച്ച് മരിക്കുകയാണ്. അതാണ് മരണം എന്ന അത്ഭുതം. ഹലക്കൽ മുദാബി വൽ മുദാബാ വല്ലദീ ജലബദ്ദവാ വബഅഹു വമൻ ഇസ്തറാ. മരണത്തിന്റെ മുന്നിൽ ഡോക്ടറില്ല, രോഗിയില്ല, മെഡിക്കൽ ഷോപ്പുകാരനില്ല, മരുന്ന് കൊടുത്താലില്ല, നഴ്സില്ല, ഒരു വ്യത്യാസമില്ല. എല്ലാവരും മരണത്തിന്റെ മുന്നിൽ കീഴുതുങ്ങാനുള്ളവരാണ്. ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ ജീവിതത്തിന്റെ ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് നിരന്തരമായി പണിയെടുത്ത് പരിശ്രമിച്ച് ഇപ്പോൾ നമുക്ക് ലഭിച്ച ഈ സമയം, ആ സമയമാണ് നമുക്കുള്ള സമയമെന്ന് തിരിച്ചറിയുക. ഇന്ന് കഴിഞ്ഞ് നാളെ നന്നാകാം എന്ന് വിചാരിച്ച പലരും പിറ്റേ നാളത്തേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയാണ് പലപ്പോഴും. നമുക്ക് ഒരു പരിവർത്തനം ഉണ്ടായാൽ, മാറ്റമുണ്ടായാൽ നമ്മുടെ മനസ്സ് പറയും എന്ത്, നാളെയാവാം, നാളെയാവാം എന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്നുവെങ്കിൽ അത് വലിയ അബദ്ധമാണ്, അപകടമാണ്. കാര്യം വെച്ചാൽ നാളെ നമ്മുടെ കയ്യിലില്ല, നാളെ എന്ന് പറയാൻ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് മഹാനായ അബൂ ഹാമിദ് അൽ-ഗസാലി റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞൊരു വാചകം. എന്താ അദ്ദേഹം പറഞ്ഞത്? മോനെ, ഇയ്യാക വത്തസ്വീഫ്, ഇയ്യാക വത്തസ്വീഫ്, നാളെ എന്നുള്ളത് നീ സൂക്ഷിച്ചോ. കാരണം സമയം 3 രൂപത്തിലാണ്. സഅത്തുൻ മലത് ലാ തഅബു ഫീഹാ അലൽ അബ്ദി കൈഫമാ ഇൻ ഖലത് ഫീ മശഖത്തിൻ ഔ റഫാഹിയ വസഅത്തുൻ മുസ്തഖബിലത്തുൻ ലം തഅതി ബഅദ ലാ യദ്രി അൽ അബ്ദു അയഈശു ഇലൈഹാ അം ലാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ ദിനങ്ങളുണ്ട്, ഇന്നലകൾ. അത് പോയി. അതൊരിക്കൽ ഒന്നുകിൽ നല്ല രൂപത്തിൽ സന്തോഷം തന്നോ, സന്താപം തന്നോ, ദുഃഖം തന്നോ, സുഖം തന്നോ ഒക്കെ കഴിഞ്ഞുപോയി. ഇത്രയ്ക്ക് എത്തിച്ചില്ല നമ്മൾ. നമ്മുടെ കഴിഞ്ഞുപോയ ഇന്നലകൾ, പിന്നെ കഴിഞ്ഞുപോയ നിന്റെ സമയം, ആ സമയത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിലോ സന്താപത്തിലോ ഒക്കെ കഴിഞ്ഞുപോയി. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നാളെ എന്ന് പറയുന്ന ഒന്ന്, അല്ലെങ്കിൽ അടുത്ത മണിക്കൂർ എന്ന് പറയുന്ന ഒന്ന്, വന്നിട്ടില്ലാത്ത, കിട്ടിയിട്ടില്ലാത്ത സമയം. അത് കിട്ടൂല്ല എന്നുള്ള ഒരു ഉറപ്പുമില്ല, കിട്ടൂല്ല എന്നുള്ളത് ഒരറപ്പുമില്ല. നമുക്കറിയാം, നമ്മുടെ വിജയൻ മാഷി അദ്ദേഹം പ്രസ് ക്ലബിലേക്ക് വന്ന് പത്രക്കാരുമായി സംസാരിച്ചുകൊണ്ടപ്പോഴാണ് മരിച്ചുപോയത്. തൃശ്ശൂര് പ്രസ് ക്ലബിലേക്ക് പടികൾ ചവിട്ടി കയറി വന്ന എഴുത്തുകാരൻ വിജയൻ മാഷ് പത്രക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരൽപ്പം വെള്ളം ചോദിച്ചു. അദ്ദേഹം വെള്ളം കുടിച്ചു. രണ്ടാമത് സംസാരം ആരംഭിക്കുമ്പോൾ പുറകിലേക്ക് അദ്ദേഹം വീണ് മരിച്ചുപോയി. എത്രയോ മനുഷ്യരുണ്ട്. അപ്പൊ അടുത്ത സെക്കൻഡ് ആർക്കുണ്ട് അറിയില്ല. എന്നാലോ ഈ ടൈം ഉണ്ടല്ലോ, ഇപ്പോ നമ്മൾ ജീവിച്ചിരിക്കുന്ന, കണ്ണു തുറന്നിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം, ആ സമയമാണ് നമുക്കുള്ള സമയം. അതുകൊണ്ട് തന്റെ റബ്ബിലേക്ക് മടങ്ങാനും ജീവിതത്തെ പരിശുദ്ധിപ്പെടുത്താനും അള്ളാഹുവിന് വേണ്ടത് ചെയ്യാനും ഈ സമയമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ഒരുങ്ങണം. ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ അങ്ങനെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തെ അവർ ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കൊരു നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ ആ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ നാളത്തേക്ക് മാറ്റിവെക്കല്ല. ഞാൻ കഴിഞ്ഞ ദിവസം 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളനം നമ്മുടെ അടുത്ത പ്രദേശമായ തൃശ്ശൂര് ബുസ്താനുൽ ഉലൂം എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് 8 ദിവസത്തെ ഒരു സമ്മേളനം നടത്തി. ആ 8ാമത്തെ ദിവസം രാവിലെ ഒരു വല്ലുപ്പ വേച്ച് ആ സദസ്സിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഏതാനും പ്രൊജക്ടുകൾ പ്രഖ്യാപിക്കാൻ പോണ് എന്ന് ഞാൻ കേട്ടു. അതിന്റെ ആദ്യത്തെ സംഭാവന എന്റെ സംഭാവനയാണ്, അതാകണം. ഞാൻ ആ വല്ലുപ്പയോട് പറഞ്ഞു, വല്ലുപ്പ, ഇന്ന് വൈകിട്ടാണ് അത് പ്രഖ്യാപിക്കുന്നത്, ഇന്ന് രാത്രിയാണ് അതിന്റെ പ്രഖ്യാപനം. അത് കഴിഞ്ഞിട്ടാണ് ഈ ഫണ്ട് ഉദ്ഘാടനമൊക്കെ. നിങ്ങൾ എപ്പോൾ പ്രഖ്യാപിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇതിപ്പോ എനിക്ക് തരണം. കാരണം വൈകുന്നേരം ഞാനുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലല്ലോ. മനസ്സിലാക്കണം. രാവിലെ ഒരാൾ വന്നിരിക്കുകയാണ്, കയ്യിലൊരു പൊതിയായിട്ട്. നേരെ ആ വല്ലുപ്പ കയറി വന്നു. വല്ലുപ്പ ജോലിക്കൊന്നും പോണ ആളല്ല. ഒരു പക്ഷേ ഒരു 10-25 കൊല്ലമായിട്ടുണ്ടാവും അദ്ദേഹം ജോലിക്ക് പോകാതെ അങ്ങനെ കഴിച്ചു കൂട്ടുന്നുണ്ടാവുക. അത്രയും പ്രായമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. നേരെ വന്നു, സ്റ്റേജിൽ കയറി 1 ലക്ഷം രൂപ എൻ്റെ വകക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം കയ്യിലേക്ക് വെച്ച് തന്നു. ഞാനാണ് ഈ ഫണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് വൈകുന്നേരമായി ആ സദസ്സിൽ നിന്ന് ഓരോ സഹോദരികളും അവരുടെ കയ്യിൽ കിടന്നത് ചോദിക്കാതെ, ഒരാളോടും പറഞ്ഞില്ല നമ്മൾ സംഭാവന എന്ന്, നിങ്ങൾ സഹായിക്കണേ, ഈ സംരംഭത്തെ സഹായിക്കണം എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. നിരവധി സ്ത്രീകൾ ആ സദസ്സിലിരുന്ന് അവരുടെ കാലുകളിലുള്ള സാധാരണ ഉസ്താക്കന്മാരിങ്ങനെ ചോദിച്ചു വാങ്ങാറുണ്ട്. നമ്മൾ ഒരാളോടും പറഞ്ഞതല്ല, നേരെ മറിച്ച് അങ്ങനെ ഒരു സംരംഭം ഉണ്ടെന്ന് കേട്ടപ്പോൾ എടുത്ത് തരികയാണ്. അവരുടെ കയ്യിലും കാതിലുള്ള
മോതിരങ്ങള്, കമ്മലുകള്, സ്വർണം അവർ ഊരി തരികയാണ്. എന്നുവെച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തിരിച്ചറിവിന്റെ മേഖലയെത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അവൻ ചെയ്തു കൊള്ളുക. ഒരു നന്മ നമുക്ക് ചെയ്യാൻ കിട്ടിയ സമയമുണ്ടോ, ആ സമയത്ത് അത് ചെയ്തു കൊള്ളുക. തിരൂരങ്ങാടി ഒരു മസ്ജിദ് ഉണ്ട്, നമ്മൾ പോയി നോക്കിയാൽ ഇന്നും കാണാൻ കഴിയും. നമുക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ 5 കൊല്ലം ആ പള്ളി പൂട്ടിയിട്ടു. മനസ്സിലാക്കണം, ഗ്രൂപ്പ് ഇസമുണ്ടായതിൻ്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇടയിലേക്ക് ചില വാദഗതികളുമായി ചില ആളുകൾ വന്നു, ചില ജിന്നുവാദമൊക്കെ ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ആ പള്ളി 5 വർഷം പൂട്ടിയിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരും ആലോചിച്ചോട്ടെ, ചിന്തിച്ചോട്ടെ. ഞാൻ ആ വിഷയത്തിലേക്ക് പോവല്ല. ആ പള്ളി ഉണ്ടായ ഒരു ചരിത്രമുണ്ട്, ആ പള്ളി ഉണ്ടായ ചരിത്രമുണ്ട്, മനസ്സിലാക്കണം. ആ പള്ളി ഒമാനിലെ ഒരു അറബി വെച്ച പള്ളിയാണ്. അദ്ദേഹമാണ് അതിന് പണം തന്നത്, പണം നൽകിയത്. ആ പണം ഏൽപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം, ഈ നാടുമായി ബന്ധമുള്ള ഷാഹി അഷ്റഫ് ഖാൻ. അദ്ദേഹം ഇവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വകുപ്പിലാണ് ആ പള്ളി അവിടെ വരുന്നത്. ഷാഹി അഷ്റഫ് ഖാന്റെ ഉമ്മ ഹോസ്പിറ്റൽ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഒരു ഫോൺ വരികയാണ് അദ്ദേഹത്തിന് ഒമാനിൽ നിന്ന്. ആ അറബിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, അഷ്റഫൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്നെ. അദ്ദേഹത്തിന്റെ മക്കളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ആ വീട്ടിൽ സൽക്കാരം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തെ എനിക്കറിയാം. അഷ്റഫ്ക്കാടെ ഫോണിലേക്ക് കോൾ വരികയാണ്. അഷ്റഫ്ക്ക ഉമ്മ വെന്റിലേറ്ററിലാണ്, ആ വിഷമത്തിൽ നിൽക്കാണ്. അഷ്റഫ്ക്ക ഫോൺ എടുത്തപ്പോ അവിടുന്ന് അറബി പറയാണ്, എന്റെ സ്ഥലം ഞാൻ വിറ്റ പൈസ ഉണ്ട്, നിന്നോട് ഞാൻ പള്ളിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ പള്ളിക്കുള്ള പൈസയാണത്. അപ്പോൾ അഷ്റഫൊക്കെ പറഞ്ഞു, അതവിടെ വെച്ചോ, ഞാനിപ്പോൾ നാട്ടിലാണ്, എൻ്റെ ഉമ്മ വെന്റിലേറ്ററിലാണ്, പ്രയാസത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം, പൈസ പിന്നെ വാങ്ങിക്കോളാം. ഫോൺ കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അയാൾ വിളിച്ചു, അഷ്റഫേ പൈസ എവിടെയാ കൊടുക്കണ്ടേ? അഷ്റഫൊക്കെ പറഞ്ഞു, ഉമ്മ ഹോസ്പിറ്റലിലാണ്, വെന്റിലേറ്ററിലാണ്, ഞാൻ കേരളത്തിലാണ്, വന്നിട്ട് ഞാൻ വാങ്ങിക്കോളാം. കട്ട് ചെയ്തു. മൂന്നാമതും വിളിച്ചു, അഷ്റഫേ പൈസ എവിടെ കൊടുക്കണ്ടേ? ഞാൻ നാട്ടിലാണ്. അല്ല, ആരെങ്കിലും എനിക്ക് അറിയുന്ന ഒരാളെങ്കിലും എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കാം, അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് ഉത്തരവാദിത്തപ്പെടുത്തുക. അഷ്റഫൊക്കെ പറഞ്ഞെങ്കിൽ എന്നെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഇന്നാളുണ്ടാവും, അവിടെ കൊടുത്തേക്ക്. ആ പറമ്പ് വിറ്റ പൈസയും കൊണ്ട് ആ അറബി നേരെ അഷ്റഫ്ക്കയുടെ ഓഫീസിൽ വന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും വിളിച്ചു. അഷ്റഫ്ക്ക ഫോൺ എടുത്തു, ഇത്ര പൈസ ഇല്ലേ, എണ്ണി കൊടുത്തിട്ടില്ലേ, ഉറപ്പല്ലേ, ഇന്നാളല്ലേ ഏൽപ്പിക്കണ്ടേ? അദ്ദേഹത്തെയാണ് ഏൽപ്പിക്കണ്ടേ. എല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. വീണ്ടും അതേ ഫോണിൽ നിന്ന് കോൾ വരികയാണ്. അഷ്റഫ്ക്ക ഫോണ് നമുക്കറിയാം, ഒരു മനുഷ്യൻ ഉമ്മക്ക് സുഖമില്ലാതെ വിഷമിച്ച് വെന്റിലേറ്ററിന് മുന്നിൽ നിൽക്കുമ്പോൾ തുരുതുരായി ഇങ്ങനെ കോൾ ഉണ്ടാകണം, 1, 2, 3 ഒക്കെ ആണെങ്കിൽ സഹിക്കും. തുരുതുര എങ്ങനെ വരികയാണ്. അവസാനം വീണ്ടും ഒരു കോൾ വരികയാണ്. അഷ്റഫ്ക്ക മനസ്സോടെ ഫോൺ എടുത്തപ്പോൾ വന്ന വാർത്ത എന്താണെന്നറിയോ? ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞിരിക്കും. ആ മനുഷ്യൻ വിട പറഞ്ഞിരിക്കും. പറമ്പ് വിറ്റ പണം കൊണ്ടുവന്ന് പള്ളിക്ക് വേണ്ടി ഏൽപ്പിച്ച് ആ മനുഷ്യൻ തിരിച്ചുപോയി, അള്ളാഹുവിലേക്ക് അദ്ദേഹം യാത്രയായി. ഇതാണ് മനുഷ്യന്റെ ജീവിതം. നമ്മൾ തിരിച്ചറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന ഈ അവസരം ഉണ്ടല്ലോ, ഈ സമയം, ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയം, ഈ സമയത്തല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇനി കിട്ടുകയില്ല. നിങ്ങൾ ഈ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, ഈ സമയം ഇപ്പോഴല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. തൊട്ടടുത്ത് മൗത്ത് ഇങ്ങനെ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാവും, എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്ത് വന്നപ്പോൾ പനി പിടിച്ചു. ആളുകൾ ചെന്ന് കാണാൻ, എന്നിട്ട് ചോദിച്ചു, എന്താണ് അബൂബക്കറെ വിശേഷം, എന്താ പനി പിടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ മനുഷ്യരും കുല്ലും മ്രിഇം മുസബ്ബഹും ഫി അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകിൻ അലൈഹി. എന്ത് പനി? പനിയൊക്കെ വലിയ വാർത്തയാണോ? പനിയും ചുമയൊക്കെ വലിയ വാർത്തയാണോ? ക്യാൻസറോ അല്ലെങ്കിൽ ട്യൂമറോ ഇത് വലിയ വാർത്തയാണോ? നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത് മരണമുണ്ട്. നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത് മരണമുണ്ട്. നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത് മരണമുണ്ട്. എന്നിട്ട് നമ്മൾ ചിരിക്കണേ, എന്നിട്ട് നമ്മൾ കോമഡി പറയുന്നത്, എന്നിട്ട് നമ്മൾ തമാശ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം, പരിവർത്തിപ്പിക്കപ്പെടണം. ജീവിതം അല്ലാഹു തന്ന ഔദാര്യമാണ്, ഫളലാണ്. അതുകൊണ്ട് എല്ലാവിധ അനാശാസ്യങ്ങളിൽ നിന്നും മുക്തമായി പരിശുദ്ധമായ ജീവിതം നയിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാൻ, അടുത്ത തലമുറയെ, യുവാക്കളെ ആ രൂപത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ മെനക്കെടണം നമ്മൾ. കാരണം ആധുനിക തലമുറ പുതിയ തലമുറയോട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് പല ആളുകളും. ജീവിതം ഒരിക്കലേ ഉള്ളൂ, ഒന്നേ
ഉള്ളൂ. കുടിച്ചു തീർക്കൂ, നീ ആസ്വദിക്കൂ, നീ കഞ്ചാവ് ഒഴിച്ച് ആസ്വദിക്കൂ, MDMA ഉപയോഗിച്ച് ആസ്വദിക്കൂ, മയക്കുമരുന്ന് ആസ്വദിക്കൂ, ക്യാബറയും അതുപോലെ തന്നെ പബ്ബും ഹബ്ബുമായി നീ ആനന്ദിക്കൂ. ഇത് കേട്ടിട്ട് ചെറിയ മക്കൾ ഇറങ്ങാൻ. 18 വയസ്സും 15 വയസ്സും 14 വയസ്സും ഒക്കെ ഉള്ള മക്കൾ. ഞാൻ എറണാകുളത്ത് താമസിക്കുന്നത്. അവിടെ എടപ്പള്ളി ജംഗ്ഷന് വന്നാൽ നിരവധി രാത്രികാലങ്ങളിൽ നിരവധി മനുഷ്യരെ കാണാം റോഡുമ്മേല്. പല പെൺകുട്ടികളും മലപ്പുറം, മലബാർ, അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് വരുന്ന പെൺകുട്ടികളാണ്. പല ആൺകുട്ടികളും അങ്ങനെയാണ്. പാതിരാത്രികളിൽ പലയിടങ്ങളിലും ഇരുളിലും അതുപോലെ തന്നെ കവലകളിലും കുറ്റിയിലും ഒക്കെ കൈ തോളിലിട്ടുകൊണ്ട് അനാശാസം ചെയ്തുകൊണ്ട് ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവരൊക്കെ പലരും നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള പെൺകുട്ടികളാണ്, ആൺകുട്ടികളാണ്. കാരണം അറിയോ, അവർക്ക് പഠിപ്പിക്കപ്പെട്ട ഒരാശയുണ്ട്. മോളെ, ജീവിതത്തിൽ 18 വയസ്സായ നിന്റെ സ്വാതന്ത്ര്യമാണ് കേട്ടോ, ജീവിതം ആസ്വദിച്ചോട്ടോ, ആസ്വദിച്ച് അനുഭവിച്ചോ. ഇങ്ങനെ ആസ്വദിക്കാനിറങ്ങിയ പെൺകുട്ടികളാണ്, ആൺകുട്ടികളാണ്, ചെറിയ മക്കളാണ്. അവരുടെ അവിവേകമാണ്. അവർ അവർക്ക് വേണ്ടി പബ്ബുകൾ രാത്രി തുറന്നു കൊടുക്കാൻ, ഹബ്ബുകൾ തുറന്നു കൊടുക്കാൻ. രാത്രി ഫ്രീ ആണ്, ഡിന്നർ ഫ്രീ ആണ്, പ്രഭാതം വരെ 5 സ്റ്റാർ നിങ്ങൾക്ക് ഫ്രീ ആണ്, വരൂ. അപ്പോ ഈ പാവപ്പെട്ട പെൺകുട്ടികൾ 16ഉം 17ഉം 18ഉം വയസ്സുള്ള പെൺകുട്ടികൾ ചെല്ലാണ് അവർക്ക് മയക്കുമരുന്നുകൾ കൊടുക്കാൻ. എന്നിട്ട് വലിയ പാട്ടുകളും കൂത്തുകളും ലൈറ്റിംഗ്സും ഒക്കെ സെറ്റിംഗ്സും ഒക്കെ ആക്കിയിട്ട് ഇവരിങ്ങനെ അടിച്ചു പൊളിക്കുകയാണ് രാത്രികളിൽ. ഇതിലേക്കാ മനുഷ്യർ വിളിക്കുന്നത്, ഈ അനാശാസ്യങ്ങളിലേക്കാ നമ്മുടെ മക്കളെ വിളിക്കുന്നത്. ഈ രൂപത്തിൽ ജീവിച്ചു വളരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റിദ്ധരിക്കുന്നത് ഇതാണ് ജീവിതം, ഇതാണ് ആസ്വാദനം, ഇതാണ് ലഹരി, ഇതാണ് സുഖകരം എന്ന് ചിന്തിക്കാൻ. പക്ഷേ ഇവരറിയുന്നില്ല സർവനാശത്തിലേക്കാണ് ഈ മക്കളെ വലിച്ചെറിയുന്നത് എന്ന്. അത്തരം ആളുകൾ, അത്തരം ഗ്യാങ്ങുകൾ, അത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് വളരെ ബോധപൂർവം നമ്മൾ ഇറങ്ങണം. കാരണവന്മാരുടെ നേതൃത്വത്തിൽ പുതിയ തലമുറയെ ചേർത്ത് വെച്ചുകൊണ്ട് വളർന്നു വരുന്ന ജനതയെ നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു വലിയ നവജാഗരണം സമൂഹത്തിൽ സാധ്യമാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വഅദുകള് വല്യാപ്പമാര് നടത്തണ്ട, വല്യാപ്പമാര് കൽപ്പിക്കുക, ചെറുപ്പക്കാര് വഅദുകൾ നടത്തുക, പ്രസംഗങ്ങള്, പരിപാടികള്, അവരുടേതായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട കാര്യങ്ങൾ, അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നിർദ്ദേശം നൽകുക മക്കളോട്. ഇത്തരം സദസ്സുകൾ ഉണ്ടെങ്കിൽ, വീട്ടിൽ മക്കളുണ്ടെങ്കിൽ ആദ്യം പറയാ, ആദ്യം അവിടെ ഉണ്ടാണ് കേട്ടോ, ഇത്തരം ദീനീ സദസ്സുകളുമായി, ദീനീ സംരംഭങ്ങളുമായി ബന്ധപ്പെടുത്തുക. മൂത്ത മകനുണ്ട്, ഓനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നല്ല, വാപ്പക്ക് പറയാം, ഉമ്മക്ക് പറയാം, മോനെ ഇന്ന് അവിടെ ഇങ്ങനൊരു പരിപാടി ഉണ്ട്, നീ ഉണ്ടാവണം അവിടെ. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം, നീ മനസ്സിലാക്കണം. അതിന് സാമ്പത്തിക സഹായം നീ കൊടുക്കണം. മക്കള്, ജോലിയുള്ള മക്കളുണ്ടെങ്കിൽ വീട്ടില് നീ സാമ്പത്തിക സഹായം നൽകണം. എനിക്കറിയാം, ഇവിടെ അടുത്ത കൊടിയത്തൂരുള്ള ഒരു കുടുംബം, അവിടെ ഏതെങ്കിലും ഒരു പള്ളിക്ക് സംഭാവന ചോദിക്കാൻ ചെന്നാൽ, അതല്ലെങ്കിൽ അറബി കോളേജ് സംഭാവന ചോദിക്കാൻ ചെന്നാൽ, വാപ്പ ഇങ്ങനെ ഇരിക്കും ആ ഉമ്മറത്ത്, എന്നിട്ട് വിളിക്കും, അബൂബക്കർ വരും, നീ എത്രയാ കൊടുക്കുക? ഫസ്റ്റ് ചോദിക്കുക അബൂബക്കറിനോട്, എത്ര കൊടുക്കുക? അബൂബക്കർ പറയുമ്പോ ഞാൻ ഒരു 10,000. മുകുൽസു അടുത്താൾ വിളിക്കുകയാണ്, നീ എത്രയാ കൊടുക്കുക? ഞാനൊരു 2,000. മനസ്സിലാക്കണം, ഓരോ മക്കളെയും വിളിക്കും, ഭാര്യയടക്കം വിളിക്കും, ഓരോരുത്തർ ഷെയർ വാങ്ങും. എന്നിട്ടാണ് ഈ മനുഷ്യൻ തന്റെ ഷെയർ തരിക, തന്റെ ഷെയർ. അല്ലാതെ വാപ്പ പിടിച്ച് കൊടുത്തിട്ടുണ്ട് മോനെ നീ കൊടുക്കണ്ടെന്നല്ല. അത് ശീലിപ്പിക്കുകയാണ് മക്കളെ. ദീനിയായ സംരംഭങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ ഈ രൂപത്തിൽ കെട്ടിപ്പിടിക്കേണ്ടത് എന്നുള്ള ശീലമാണ്. അത്തരത്തിൽ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ, നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ നാടിനെ, നമ്മുടെ പഞ്ചായത്തിനെ, മഹല്ലത്തിനെ, നമുക്കറിയാം അല്ലാഹു ഒരുപാട് നിഅമത്ത് തന്ന നാടായത്. കാര്യം ഞാനൊക്കെ ജനിച്ചു വളർന്ന നാട് സർവ്വ ഖുറാഫാത്തും, സലഫി എന്ന് പറഞ്ഞാൽ, മുജാഹിദ് എന്ന് പറഞ്ഞാൽ കല്ലെടുത്തെറിയുന്ന നാട്ടിൽ വളർന്ന ആളാ ഞാൻ. ഓടിച്ചിട്ടടിക്കുന്ന നാട്ടിൽ വളർന്ന ആളാ ഞാൻ. മുജാഹിദാണെന്ന് ഒടിച്ചു പറയാൻ മാത്രം അവകാശമുള്ള നാട്ടിൽ നിന്ന് വളർന്ന ആളാ ഞാൻ. നമ്മുടെ സലഫി പള്ളികളായി മാറ്റമായി, പരിവർത്തനായി. പക്ഷേ അന്നൊക്കെ ഞാനൊക്കെ ആഗ്രഹിക്കും, കൊതിക്കും, പഠിച്ചോനെ ഒരു സലഫി മഹല്ലത്തിൽ ജനിക്കാൻ കഴിഞ്ഞതെങ്കിൽ. കരത്തിൽ എത്ര റാഹത്താ. നാട്ടിൽ പുറത്തിറങ്ങിയ എല്ലാവരും സലഫികൾ, മുജാഹിദുകൾ, നോക്കുന്നിടത്തൊക്കെ മുജാഹിദ് പള്ളി, ഇതൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പണ്ട് ഇടവണ്ണയെ കുറിച്ചും ഇടത്തനാട്ടുകാരെ കുറിച്ചൊക്കെ കേൾക്കുമ്പോ കൗതുകോടെ പഠിച്ചോനെ മുജാഹിദ് മഹല്ലോ, അതൊക്കെ ഞങ്ങളുടെയൊക്കെ സ്വപ്നമായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ വലിയ നിഅമത്ത് കിട്ടിയ മനുഷ്യരാ നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾ. അത് അള്ളാഹു തന്ന ഫദ്ലാണെന്നും ഔദാര്യമാണെന്നും അത് നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കിയെടുത്തതാണ്. അവർ പണിയെടുത്തുണ്ടാക്കിയെടുത്തതാ, പരിശ്രമിച്ചുണ്ടാക്കിയെടുത്തതാണ്. അത് നിലനിർത്തി പോരാൻ ആവശ്യമായ ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ഇരുന്ന് ആലോചിച്ച് ഒരു മടിയും കൂടാതെ യുവാക്കളും സ്ത്രീജനങ്ങളും സഹോദരങ്ങളും സഹോദരികളും എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് ഓരോ വിഷനുകളും പദ്ധതികളും ആവിഷ്കരിച്ച്
സംസ്കരിച്ച് നമ്മുടെ നാടിന്റെ നന്മയും ഉയർച്ചയും വളർച്ചയും ദീനിയായ വികസനവും ദീനിയായ ഔന്നിത്യവും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഫളലും കാരുണ്യമൊക്കെ കൊതിച്ച് ഇഖ്ലാസോടെ പ്രവർത്തിച്ച് മാറ്റം വരുത്താനും ആ മാറ്റം സമൂഹത്തിൽ നിലനിർത്തുവാനും പണിയെടുക്കണേ, പരിശ്രമിക്കണേ എന്ന് പ്രത്യേകം ഉണർത്തി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായി ജീവിച്ച് സ്വാലിഹീങ്ങളായി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, നീ തന്ന നിഅമത്തുകൾ, നിന്റെ ഫളലുകൾ ഓരോ മൈക്രോ സെക്കൻഡിലും 1000 എന്ന നിലയിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്തുകൾ അനുഭവിക്കുന്ന ഞങ്ങൾ അല്ലാഹുവേ, നിന്നോട് തിരിച്ചു നന്ദി കാണിക്കുന്നതിൽ വീഴ്ച വരുത്തിയ മഹാപാപികളും ദ്രോഹികളുമാണ്. റബ്ബേ, നിന്റെ ഫളല് കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ നാടിന് നീ ബറക്കത്ത് നൽകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളിൽ നീ ബറക്കത്ത് നൽകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ, പ്രവർത്തനങ്ങളിൽ, കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ നീ ബറക്കത്ത് തരണേ. ഞങ്ങളുടെ സംസാരങ്ങളിലും ഞങ്ങളുടെ നോട്ടങ്ങളിലും ഞങ്ങളുടെ കേൾവികളിലും നീ ബറക്കത്ത് നൽകണേ. അല്ലാഹുവേ, നിന്റെ പ്രകാശം കൊണ്ട് പ്രത്യേകം അനുഗ്രഹിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. റഹ്മാനെ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ജന്മം നൽകിയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ. അല്ലാഹുവേ, അവരെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളെ നീ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ അയൽവാസികളെ നീ സ്വാലിഹീങ്ങളാക്കണേ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കൂട്ടുകുടുംബാദികളോടൊപ്പം ബന്ധുജനങ്ങളോടൊപ്പം ഒത്തൊരുമിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.